അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ വെള്ളിയാഴ്ചകളിലും നടന്നു വരുന്ന വിജ്ഞാന വേദി, ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം സൂറത്തു നൂറും ചില സാമൂഹിക പാഠങ്ങളും എന്നതാണ്. പരിശുദ്ധ ഖുർആനിലെ 24-ാമത്തെ സൂറയാണ് സൂറത്തു നൂർ. ഈ സൂറയിൽ വിശ്വാസികളായ ആളുകൾ സാമൂഹികമായും അവരുടെ വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലുമെല്ലാം ശ്രദ്ധിക്കേണ്ട ഒട്ടനവധി നിയമങ്ങളും മര്യാദകളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. ഈ സൂറത്തിൽ പറഞ്ഞ മുഴുവൻ വിഷയങ്ങളും ഒരു ക്ലാസ്സിലൂടെ കടന്നു പോകുക എന്നത് പ്രയാസകരമാണ്. എന്നിരുന്നാലും വളരെ സുപ്രധാനമായി തോന്നിയ ചില കാര്യങ്ങൾ, അതിൻ്റെ ഒരു ആകത്തുക നിങ്ങളുമായി പങ്കുവെക്കുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ സൂറത്തിൻ്റെ ആദ്യത്തെ വചനം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന വചനമാണ്. ഇനി വരാനിരിക്കുന്ന ആയാത്തുകൾക്ക്, ദൃഷ്ടാന്തങ്ങൾക്ക്, അഹ്കാമുകൾക്കെല്ലാം ഒരു മുഖദ്ദിമ എന്നോണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ ആദ്യത്തെ വചനത്തിൽ പറഞ്ഞത് സൂറത്തുൻ അൻസൽനാഹാ വഫറദ്നാഹാ വഅൻസൽനാ ഫീഹാ ആയാതിൻ ബയ്യിനാത്ത് ലഅല്ലക്കും തദക്കറൂൻ. നാം അവതരിപ്പിക്കുകയും നിയമമാക്കുകയും ചെയ്തിട്ടുള്ള ഒരു അധ്യായമത്രേ ഇത്. നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നാം ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഈ സൂറത്തിൽ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട ഒട്ടനവധി നിയമ നിർദ്ദേശങ്ങൾ, ആദാബുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് പ്രത്യേകം പഠിക്കണമെന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ഖൗല് പലപ്പോഴും പല ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാം. അതിൻ്റെ സിഹത്തുമായി ബന്ധപ്പെട്ടടുത്ത് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ടെങ്കിൽ പോലും ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളിൽ ഇന്ന് നിങ്ങളുമായി സംസാരിക്കുന്ന സുപ്രധാനമായ 3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ നാവുമായി ബന്ധപ്പെട്ട വിഷയമാണ്, നാവിനെ സൂക്ഷിക്കേണ്ടതുമായി ബന്ധപ്പെട്ട വിഷയം. രണ്ടാമത്തേത് അനുമതി ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം. മൂന്നാമത്തേത് ലൈംഗിക വിശുദ്ധിയുമായി ബന്ധപ്പെട്ട വിഷയം. അതിൽ 4 മുതൽ 26 വരെയുള്ള ആയത്തുകൾ, ഏകദേശം 22ഓളം ആയത്തുകളിൽ നാവിനാലുണ്ടാകുന്ന ഒരു വിപത്തിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. അത് പറയുന്നതിനിടയിൽ അതിൻ്റെ ഗൗരവത്തെ സൂചിപ്പിക്കുന്ന 15-ാമത്തെ വചനം
ഇദ് തലഖൗനഹു ബിഅൽസിനതികും വതഖൂലൂന ബിഅഫ്വാഹികും മാ ലൈസ ലക്കും ബിഹി ഇൽം വതഹ്സബൂനഹു ഹയ്യിന വഹുവ ഇൻദല്ലാഹി അദീം. നിങ്ങൾ നിങ്ങളുടെ നാവുകൾ കൊണ്ട് അത് ഏറ്റുപറയുകയും നിങ്ങൾക്കൊരു വിവരമില്ലാത്തത് നിങ്ങളുടെ വായ കൊണ്ട് മൊഴിയുകയും ചെയ്തിരിക്കുന്ന സന്ദർഭം അതൊരു നിസാര കാര്യമായി നിങ്ങൾ ഗണിക്കുന്നു. അള്ളാഹുവിൻ്റെ അരികിൽ അത് ഗുരുതരമാകുന്നു. ഇഫ്കുമായി ബന്ധപ്പെട്ട അപവാദ പ്രചരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിനിടയിൽ അതിൻ്റെ ഗൗരവത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചത് അങ്ങനെയാണ്. ആളുകൾ പറയുന്നത് കേട്ട്, ആളുകൾ സംസാരിക്കുന്നത് കേട്ട് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾക്കുള്ള താക്കീതാണ്. നിങ്ങൾ വിചാരിക്കുന്നത് ഹയ്യിന, അതൊരു നിസാരമായ കാര്യമായിട്ടാണ്. എന്നാൽ അള്ളാഹിൻ്റെ അടുത്ത് അത് വളരെ ഗൗരവമായ വിഷയമാണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ നിലകൊള്ളുന്ന ആളുകൾ എന്ന നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. നമ്മൾ പങ്കുവെക്കുന്ന മെസ്സേജുകൾ, നമ്മൾ ഷെയർ ചെയ്യുന്ന പല ടെക്സ്റ്റ് മെസ്സേജുകളും അതല്ലാത്തതുമെല്ലാം അതിൻ്റെ സത്യാവസ്ഥയെ ബോധ്യപ്പെട്ടുകൊണ്ടുമായിരിക്കണം നമ്മൾ ഷെയർ ചെയ്യേണ്ടത്. അത് അല്ല എങ്കിൽ വലിയ ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹിൻ്റെ അടുത്ത് അത് ഗുരുതരമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചത്. ഇവിടെ വിശ്വാസിനികളായ ആളുകളെ പറ്റി അപവാദം പറയുന്ന വിഷയമാണ് ഈ സൂറത്തിൻ്റെ 4-ാമത്തെ വചനം മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ആ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ആദ്യത്തെ വചനം, വല്ലദീന യർമൂനൽ മുഹ്സനാതി ثم لم يأتوا بأربعة شهداء فاجلدوهم 80 جلدة ولا تقبلوا لهم شهادة أبدا وأولئك هم الفاسقون. വിശ്വാസിനികളെ പറ്റി അപവാദം പറയുന്ന ആളുകൾ നിർബന്ധമായും അവരെന്ത് ചെയ്യണം? അതിന് 4 സാക്ഷികളെ കൊണ്ടുവരണം. അത് കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ അവർ 80 അടി ഹദ്ദായി അവർക്ക് നൽകണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവരുടെ ഷഹാദ ഒരിക്കലും സ്വീകരിക്കാനും പാടില്ല. കാരണം അവർ ഫാസിഖീങ്ങളിൽപ്പെട്ടവരാണ്, അധർമ്മകാരികളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സൂചിപ്പിക്കുന്നത്. ഒരു വിഷയത്തെപ്പറ്റി, ഒരാളെപ്പറ്റി അപവാദം പറയുക എന്നുള്ളത് വളരെ ഗൗരവമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചിട്ടുള്ള വിഷയമാണ്. നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ, ഗീബത്തുകൾ, അതുപോലെ തന്നെ അപവാദങ്ങൾ, അതിൻ്റെ ഗൗരവത്തെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അത് സാക്ഷിയെ കൊണ്ടുവരിക എന്നുള്ളത്, അത് തെളിയിക്കുക എന്നുള്ളത്, അത് പറഞ്ഞവൻ്റെ മേൽ ബാധ്യതയാണ് എന്ന് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആയത്തിൽ നിന്ന്, ഇതിന് തുടർന്ന് വരുന്ന ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന വിഷയം, ഒരു വിശ്വാസിയുടെ അഭിമാനത്തിന് ഇസ്ലാം എത്രമേൽ പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ്. ഞാൻ കണ്ട ഒരു കാര്യം തന്നെ മറ്റുള്ളവരോട് എനിക്ക് പറയണമെങ്കിൽ, പ്രത്യേകിച്ച് വ്യഭിചാരാരോപണം, 4 സാക്ഷികൾ അതിനുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഞാൻ മിണ്ടാതിരുന്നോണം. എന്നിട്ടും ഞാനത് പറയുകയാണെങ്കിൽ എന്നെ അധർമ്മകാരി എന്നാണ് പരിശുദ്ധ ഖുർആനിൻ്റെ വിശേഷണം. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ തുടർന്ന് വരുന്ന ആയത്തുകളിൽ കാണാം, അള്ളാഹുവിൻ്റെ അരികിൽ അവൻ കള്ളനാണ്, അവൻ വ്യാജം പറയുന്നവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചതായി കാണാം. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മുടെ സംസാരങ്ങളെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ, സ്വന്തം ഇണകൾക്കിടയിൽ പോലും നമ്മൾ വ്യഭിചാര ആരോപണം നടത്തുകയാണെങ്കിൽ, നമ്മൾ കണ്ട കാര്യം പറയുകയാണെങ്കിൽ അത് വെറുതെ അങ്ങ് പറഞ്ഞു പോകാൻ പറ്റില്ല. ഭാര്യ ഭർത്താക്കന്മാരായതുകൊണ്ട് അവിടെ ഇസ്ലാം വെച്ചിട്ടുള്ള നിയമം എന്താ വെച്ചാൽ, ഭാര്യ വ്യഭിചരിക്കുന്നതോ ഭർത്താവ് വ്യഭിചരിക്കുന്നതോ കണ്ടാൽ തന്നെ അതിനുള്ള ഹദ്ദ് അല്ലെങ്കിൽ ഇസ്ലാമികമായ ശിക്ഷ ദുനിയാവിൽ ലഭിക്കണമെങ്കിൽ ആരെങ്കിലും ഒരാൾ സത്യം സമ്മതിക്കണം. അതല്ലെങ്കിൽ 4 സാക്ഷികൾ വേണം, നേരത്തെ പറഞ്ഞതുപോലെ. പക്ഷെ ഭാര്യ ഭർത്താക്കന്മാരായതുകൊണ്ട് സാക്ഷികളില്ലെങ്കിൽ മിണ്ടാതിരിക്കേണ്ടതില്ല, പറയാം. പക്ഷെ അവിടെ സ്വയം സാക്ഷി പറയണം. 4 പ്രാവശ്യം ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് അള്ളാഹിൻ്റെ പേരിൽ സത്യം ചെയ്യണം.
5-ാമത്തെ പ്രാവശ്യം ശാപപ്രാർത്ഥന നടത്തണം. ഞാൻ പറഞ്ഞത് അസത്യമാണെങ്കിൽ അള്ളാഹുവിൻ്റെ ശാപം എൻ്റെ മേലുണ്ടാകട്ടെ എന്ന് ആരോപണം നടത്തുന്ന വ്യക്തി പറയണം. അത് പറഞ്ഞു കഴിഞ്ഞാൽ ആരോപണത്തിന് വിധേയയായ ഇണ ഇയാൾ പറയുന്നത് കളവാണെന്ന് 4 പ്രാവശ്യം അള്ളാഹിൻ്റെ പേരിൽ സത്യം ചെയ്യുകയും ഇയാൾ സത്യമാണ് പറഞ്ഞതെങ്കിൽ എൻ്റെ മേൽ അള്ളാഹുവിൻ്റെ കോപമുണ്ടാകട്ടെ എന്ന് അവൾ പറയുകയും ചെയ്യണം. ഇത് പറയുന്നതോടുകൂടി അവരുടെ വിവാഹബന്ധം വേർപ്പെടും. പക്ഷെ അവിടെ എന്തില്ല? ഹദ്ദില്ല. ഹദ്ദുണ്ടാകണമെങ്കിൽ എന്തു വേണം? 4 സാക്ഷികളെ തന്നെ ഹാജരാക്കണം. ഇത് ഭാര്യ ഭർത്താക്കന്മാരായതുകൊണ്ട് അവർക്ക് ഇടയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള നിയമമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ വചനങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ അഭിമാനത്തിന് എത്രമേൽ പ്രാധാന്യമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ തമാശകൾ, നമ്മുടെ ഇടപാടുകൾ, അതൊന്നും ഒരിക്കലും വിശ്വാസിയായ എൻ്റെ സഹോദരനെ മുറിവേൽപ്പിക്കുന്നതാകാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇനി ഒരാളെങ്ങനെ അപവാദം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളെപ്പറ്റി നമ്മുടെ നിലപാടെന്തായിരിക്കണം? അതും ഈ സൂറ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. അപവാദം പറഞ്ഞവനെക്കുറിച്ച് നമ്മുടെ നിലപാടെന്താണ് എന്നും പറയപ്പെട്ടവനെക്കുറിച്ച് നമ്മുടെ നിലപാടെന്താണെന്നും പരിശുദ്ധ ഖുർആൻ ഈ സൂറത്തിലൂടെ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പറയപ്പെട്ടവനെക്കുറിച്ചുള്ള നിലപാട് പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്ന് വെച്ചാൽ ഏത് വിശ്വാസിയെക്കുറിച്ചും ഹുസ്നുദ്ദൻ, നല്ല വിചാരം നിർബന്ധമാണ്. ആരെ പറ്റിയും നമ്മൾ ചീത്ത വിചാരമായി നടക്കാൻ പാടില്ല. എല്ലാവരെ പറ്റിയും വിശ്വാസിയായ എൻ്റെ സഹോദരനെക്കുറിച്ച് എനിക്ക് അവനെപ്പറ്റി ഉണ്ടാകേണ്ട ധാരണ ഹുസ്നുദ്ദന്നായിരിക്കണം, സദ്വിചാരമായിരിക്കണം. അതാണ് ഒന്നാമത്തെ നിർബന്ധം. 2-ാമത്തെ കാര്യം, വിശ്വാസിയുടെ അഭിമാനത്തിനാണ് പ്രഥമ പരിഗണന. ഒരാളൊരു അപവാദവുമായി കടന്നു വന്നു എങ്കിൽ അയാളുടെ വാക്കിനെയല്ല നമ്മൾ പരിഗണന. ആരെ പറ്റിയാണോ അപവാദം പറഞ്ഞത് അവൻ്റെ അഭിമാനത്തിനാണ് പ്രഥമ പരിഗണന നൽകേണ്ടത്. അത് ഈ ഖുർആനിൻ്റെ ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ അപവാദം പറയുന്നവൻ കള്ളം പറയുന്നവനായി പരിഗണിക്കണം. അത് പറയുന്ന വ്യക്തിയെ പ്രഥമമായി നമ്മൾ പരിഗണിക്കുക കള്ളം പറയുന്നവനായിട്ടാണ്. അവനെ അതിൽ നിന്ന് രക്ഷപ്പെടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ സാക്ഷികളെ അവൻ ഹാജരാക്കണം എന്നുള്ളതാണ്. നോക്ക് നിങ്ങൾ, ഈ ആയത്തുകൾ, ഈ സംഭവങ്ങൾ വിശദീകരിക്കുന്നിടത്ത് 2 സ്ഥലങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞ ഒരു ആശയമാണിത്. ലൗലാ ഇദ് സമിഅ്തുമൂഹു ظന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാതു ബിഅൻഫുസിഹിം ഖൈറ വഖാലു ഹാദാ ഇഫ്കും മുബീൻ. എന്തുകൊണ്ട് സത്യവിശ്വാസികൾ ഇത് കേട്ട സമയത്ത്, പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, സ്വന്തം ആളുകളെ പറ്റി എന്തുകൊണ്ട് അവർ നല്ലത് വിചാരിച്ചില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കണേ. കേട്ട ഉടനെ തന്നെ അവരെന്തായിരുന്നു പ്രതികരിക്കേണ്ടിയിരുന്നത്? വ്യക്തമായ നുണ തന്നെയാണിത് എന്നവർ പ്രതികരിക്കേണ്ടിയിരുന്നു. എന്തുകൊണ്ടതുണ്ടായില്ല? നമുക്കറിയാലോ സൂറത്ത് നൂറിലെ സംഭവം. ആയിഷ റളിയല്ലാഹു അൻഹയെയും സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെയും തമ്മിൽ ബന്ധപ്പെടുത്തിയ അപവാദ പ്രചരണമായിരുന്നു. ആ അപവാദ പ്രചരണവുമായി ബന്ധപ്പെട്ടിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് പരസ്പരം ഉണ്ടായിരിക്കേണ്ടത് ഹുസ്നുദ്ദന്നാണ്, സദ്വിചാരായിരിക്കണം. ഇങ്ങനെയുള്ള അപവാദവുമായി വരുമ്പോൾ ഉടനെ തന്നെ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കണം? ഹാദാ ഇഫ്കും മുബീൻ. ഇത് 12-ാമത്തെ വചനാണ്. തുടർന്ന് വീണ്ടും 16-ാമത്തെ വചനം പരിശോധിച്ചാൽ വീണ്ടും ഇതേ കാര്യം അല്ലാഹു പറയാണ്. വലൗലാ ഇദ് സമിഅ്തുമൂഹു ഖുൽതും മാ യകൂനു ലനാ അൻ നതകല്ലമ ബിഹാദാ സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം. എന്തുകൊണ്ട് വിശ്വാസികൾ ഇത് കേട്ട സമയത്ത് ഇദ് സമിഅ്തുമൂഹു ഖുൽതും മാ യകൂനു ലനാ അൻ നതകല്ലമ ബിഹാദാ, പഠിച്ചോനെ ഇങ്ങനൊരു സംസാരം ഞങ്ങൾക്ക് സംസാരിക്കാൻ തന്നെ പറ്റൂലല്ലോ. സുബ്ഹാനക്, അല്ലാഹു എത്ര പരിശുദ്ധനാണ്. ഹാദാ ബുഹ്താനുൻ അദീം, ഇത് വലിയൊരു അപവാദം മാത്രമാകുന്നുവെന്ന് വിശ്വാസികൾ പറഞ്ഞില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് അപവാദം പറഞ്ഞു വന്നപ്പോൾ വിശ്വാസികളുടെ കൂട്ടത്തിൽ 3 ടീം ഉണ്ടായിരുന്നു. ഒന്ന് അപവാദം ഏറ്റുപറഞ്ഞൊരു വിഭാഗം ഉണ്ടായിരുന്നു. 2-മത്തേത് ഈ ഖുർആനിൻ്റെ ആയത്ത് പറഞ്ഞതുപോലെ ഉടനെ തന്നെ അത് ഇഫ്കാണെന്ന് പ്രതികരിച്ച വിശ്വാസികളുണ്ടായിരുന്നു. 3-മത്തേത് സംശയത്തിൽ നിലനിന്നിരുന്ന ആളുകളുണ്ടായിരുന്നു. അവരായിരുന്നു കൂടുതൽ ആളുകളും.
മഹാനായ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, അന്ന അബാ അയ്യൂബ്, ഭാര്യ പറയാണ്, യാ അബാ അയ്യൂബ് അമാ തസ്മഉ മാ യഖൂലു നാസു ഫി ആയിഷ, ആയിഷൻ്റെ വിഷയത്തിൽ ആളുകൾ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അബൂ അയ്യൂബ് പറഞ്ഞു, ഖാല നഅം വദാലിക കദിബ് അകുൻതി ഫാഇല ദാലിക യാ ഉമ്മ അയ്യൂബ്. ഭാര്യനോട് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ അബൂ അയ്യൂബ് പറയണത് എന്താ വെച്ചാൽ അത് കളവാണ്. ഉമ്മ അയ്യൂബ്, നീ അങ്ങനെ ഒരു പ്രവർത്തനം ചെയ്യുമോ? അപ്പോൾ അവർ ഉടനെ പ്രതികരിച്ചു, ലാ വല്ലാഹി മാ കുൻതു ലാ അഫ്അലുഹു, അള്ളയാണ് ഞാനത് ചെയ്യൂല. അപ്പോൾ അബൂ അയ്യൂബിൻ്റെ മറുപടി അതാണ്, ഫആയിഷതു വല്ലാഹി ഖൈറും മിൻകി, ആയിഷ നിന്നെക്കാൾ ഉത്തമയാണ്. അബൂ അയ്യൂബിന് വേറൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല. അവിടെ ഇഫ്കുമായി വന്നപ്പോൾ ഇത് ബുഹ്താനാണ്, ഇത് കളവാണ്, വ്യാജമാണ് എന്ന് ഉടനെ പ്രതികരിച്ച ഒരു സഹാബിയായിരുന്നു മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു. ഈ ഒരു നിലയിലേക്ക് മാറാൻ നമുക്ക് പറ്റണം. ഇത് അപവാദവുമായി ബന്ധപ്പെട്ടെടുത്തു മാത്രമല്ല, ഗീബത്തുമായി ആളുകൾ വരുമ്പോഴും നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് ഇത് തന്നെയാണ്. ഗീബത്തും നമീമത്തുമായി ആളുകളെ സമീപിക്കുമ്പോൾ ആളുകളെ പരസ്പരം തെറ്റിക്കാനുള്ള സംസാരവുമായി വരും. അതല്ലെങ്കിൽ ആളുകളെക്കുറിച്ച് ദുഷിച്ചു പറയാനുള്ള രീതിയിൽ ആളുകൾ നമ്മളെ സമീപിക്കും. ആ സമയത്തൊക്കെ നമ്മൾ ഉടനെ പ്രതികരിക്കണം, നിർത്തിക്കളാ, ഇത് കൂടുതൽ ഇനി പറയേണ്ടതില്ല, എനിക്ക് അയാളെപ്പറ്റി നല്ല വിചാരം മാത്രമേ ഉള്ളൂ. നമ്മൾ ആലോചിച്ചാൽ മതി, എപ്പോഴും നമുക്ക് ഒരാളെപ്പറ്റി നല്ല വിചാരം തന്നെയാണ് ഉണ്ടാകുക. എപ്പോഴാണ് ചീത്ത ധാരണ നമ്മുടെ മനസ്സിലേക്ക് ഒരാളെപ്പറ്റി വരിക? വേറൊരാൾ വന്ന് അയാളെ കുറ്റം നമ്മളെ ചെവിയിൽ ഒന്ന് പറയുമ്പോഴാണ്. അതുവരെ ഉണ്ടായിരുന്ന ധാരണ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു പ്രശ്നം സംഭവിക്കും. അതാണ് ഇതിൻ്റെ ഗൗരവം. നമ്മൾ പരസ്പരം വിശ്വാസി സമൂഹം എന്ന നിലയിൽ സ്നേഹത്തോടെയും സഹകരണത്തോടെയുമാണ് ജീവിക്കുന്നത്. ആ സ്നേഹത്തോടെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ അയാളെപ്പറ്റി മറ്റൊരാൾ വന്നിട്ട് എന്തു പറയാണ്? ഒരു ഗീബത്ത് പറയുമ്പോൾ ആ സ്നേഹബന്ധത്തിന് വിള്ളലുണ്ടാകുന്നു. അയാളെപ്പറ്റി അതുവരെ ഉണ്ടായിരുന്ന ബഹുമാനം ചെറിയ രീതിയിൽ അതിന് കോട്ടം സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിന് കാരണമായി പറയുന്ന ആൾ മാറുകയാണ്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറാൻ പാടില്ല. അത് ഗൗരവമായി ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പോൾ ഇത്രയും വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് മറ്റൊരാളെക്കുറിച്ച് നമ്മൾ അപവാദം പറയാൻ പാടില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടുകളെക്കുറിച്ചുമാണ്. ഇനി അതുപോലെ തന്നെ ഈ സൂറ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന മറ്റൊരു വിഷയമാണ് മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കാൻ പാടില്ല എന്നുള്ളത്. അത് കർശനമായി ഇസ്ലാം വിലക്കിയിട്ടുള്ള വിഷയമാണ്. ഒരാൾ തെറ്റ് ചെയ്യുന്നുണ്ടോ എന്നിങ്ങനെ നോക്കി നടക്കുക, അയാളിൽ എന്തെങ്കിലും ന്യൂനത ഉണ്ടോ എന്നിങ്ങനെ സെർച്ച് ചെയ്ത് നടക്കുക, എന്നിട്ട് അത് ആളുകൾക്കിടയിൽ പറയാൻ പറ്റുമോ നോക്കുക. ഇത് വളരെ ഗൗരവമായി ഇസ്ലാം വിലക്കിയിട്ടുള്ള കാര്യമാണ്. മൊബൈൽ എടുത്ത് പരിശോധിക്കുക, അതല്ലെങ്കിൽ അയാളുടെ മറ്റുള്ള കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുക. അയാൾ ഒരു പക്ഷേ തെറ്റ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ ആ തെറ്റ് പരിശോധിച്ച് കണ്ടെത്താൻ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. അത് അള്ളാഹ് മറച്ചു വെച്ചതായിരിക്കും അയാളിൽ നിന്ന്. നമ്മളെന്തിനാ പുറത്തു കൊണ്ടിരുന്നത്? അതുകൊണ്ട് മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് കയറി ചെല്ലുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മഅ്ശറ മൻ ആമന ബിലിസാനിഹി വലം യദ്ഖുലുൽ ഈമാനു ഖൽബഹു, നാവ് കൊണ്ട് മാത്രം വിശ്വാസികളായി ഹൃദയത്തിലേക്ക് ഈമാൻ കയറിയിട്ടില്ലാത്ത ആളുകളെ, ലാ തഗ്താബുൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളെ പറ്റി നിങ്ങൾ ഗീബത്ത് പറയരുത്. വലാ തത്തബിഉ ഔറാതിഹിം, അവരുടെ ന്യൂനതകളിലേക്ക് നിങ്ങൾ കയറി ചെല്ലരുത്. ഫഇന്നഹു മൻ തത്തബിഅ ഔറത അഖീഹിൽ മുസ്ലിം, മുസ്ലിമായ തൻ്റെ സഹോദരൻ്റെ നഗ്നതയിലേക്ക്, അവൻ്റെ ന്യൂനതയിലേക്ക്, സ്വകാര്യതയിലേക്ക് ആരെങ്കിലും കയറി ചെല്ലുകയാണെങ്കിൽ, അവനെ പിന്തുടർന്നു പോകുകയാണെങ്കിൽ, തത്തബഅല്ലാഹു ഔറതഹു, അവൻ്റെ സ്വകാര്യതയിലേക്ക് അള്ളാഹു വരും, അല്ലെങ്കിൽ അവൻ്റെ ന്യൂനതയിലേക്ക് അല്ലാഹു തആല വരും. വമൻ തത്തബഅല്ലാഹു ഔറതഹു യഫ്ളഹ് വലൗ ഫീ ജൗഫി ബൈതിഹി, അള്ളെങ്ങാനും അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ അവൻ്റെ വീട്ടിലാണെങ്കിലും അവൻ സമൂഹത്തിൽ അപമാനിതനാകും. എത്ര ഗൗരവത്തോടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആലോചിക്കി. മനുഷ്യന്മാരാണ് നമ്മളെല്ലാവരും. മാനുഷികമായി ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിലുണ്ട്.
ഒരുപാട് തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നുണ്ട്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മളിങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാണ്. മറ്റുള്ളവൻ്റെ ന്യൂനതയും അവൻ്റെ കുറവും അവൻ്റെ തെറ്റുകളും അന്വേഷിച്ചിട്ടാണ് നമ്മൾ നടക്കണമെങ്കിൽ, എന്തെങ്കിലും കണ്ടെത്താൻ പറ്റുമോ എന്നുള്ള സെർച്ചിങ്ങിലാണ് നമ്മളെങ്കിൽ, നമ്മളെക്കാളും ഈ ലോകത്തിനെ സൃഷ്ടിച്ച് നിയന്ത്രിക്കുന്ന റബ്ബ് നമ്മളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്നുള്ള ബോധ്യം ഉണ്ടായാൽ മതി. അതുവരെ അള്ളാഹുവിൻ്റെ മഹത്തായ ഫضല് കൊണ്ട് മറച്ചു വച്ച പലതും ആളുകൾക്കിടയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വെളിവാക്കും. പിന്നെ അവൻ്റെ വീട്ടിലിരുന്നാൽ പോലും അവൻ അപമാനിതനായിത്തീരും എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൂറത്തിലെ ഈ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹ് പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അവിടെ അള്ളാഹു തആല പറയാണ്, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു മാ സകാ മിൻകും മിൻ അഹദിൻ അബദ വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ വല്ലാഹു സമീഉൻ അലീം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അസ്ലാണ്. വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു, അള്ളാഹിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും നിങ്ങളിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ മാ സകാ മിൻകും മിൻ അഹദിൻ അബദ, നിങ്ങളിൽ ഒരാളും പരിശുദ്ധനായി തീരുമായിരുന്നില്ല. വലാകിന്നല്ലാഹ യുസക്കി മൻ യശാ, അള്ളാഹ് അവൻ ഉദ്ദേശിക്കുന്നവരെ പരിശുദ്ധനാക്കുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ അപമാനം സഹിക്കാതെ അപമാനിതനാകാതെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ആരാ? നമ്മളെ കഴിവൊന്നുമില്ല. ഒന്ന്, തിന്മകളിൽ നിന്ന് നമ്മളെ സംരക്ഷിച്ച് നിർത്തുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മളിൽ സംഭവിക്കുന്ന തിന്മകൾ പലതും ആളുകളിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അത് അള്ളാഹിൻ്റെ വലിയ ഫضലാണ്, വലിയ റഹ്മത്താണ്. ഇതെവിടെ പറയണത്? ഇഫ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നിടത്ത് അല്ലാഹു തആല പറഞ്ഞാണ്, ആളുകളുടെ ന്യൂനതകൾ അന്വേഷിച്ച് നടക്കുന്ന ആളുകൾക്കുള്ള താക്കീതാണത്. നീ അത്ര വലിയ മുത്തഖിയൊന്നല്ല, നിൻ്റെ ജീവിതത്തിൽ പല തിന്മകളുണ്ട് അള്ളാഹ് മറച്ചു വച്ചതായിട്ട്. നീ തന്നെ പല തിന്മകളിലും അകപ്പെടാതിരിക്കുന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടാണ്. അള്ളാഹ് ഉദ്ദേശിക്കുന്നവരെയാണ് അല്ലാഹു തആല പരിശുദ്ധനാക്കുന്നത്. വല്ലാഹു സമീഉൻ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും അത്രേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കാര്യം ഗൗരവമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇതേപോലെ തന്നെ ഈ സൂറത്തിൻ്റെ ഈ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ ഈ അപവാദം പറയുന്നതുമായി ബന്ധപ്പെട്ടിടത്ത് അല്ലാഹു തആല പറഞ്ഞ കാര്യം, അഥവാ ഈ അപവാദം പറഞ്ഞു പരത്തുന്ന ആളുകൾ, അവരുടെ ഒരു പൊതു സ്വഭാവത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എന്താണ് അവരുടെ പൊതു സ്വഭാവം? ഒന്ന്, അവർ സമൂഹത്തിൽ ദുർവൃത്തി പ്രചരിപ്പിക്കുന്നത് ഇഷ്ടപ്പെടുന്നവരാണ്. എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെയുള്ള അപവാദവും ഗീബത്തും നമീമത്തും ആയിട്ട് നടക്കുന്നത്? സമൂഹത്തിൽ ആളുകൾ എന്ത് ചെയ്യണം? അപമാനിതരാകണം. അത് വളരെ താല്പര്യമുള്ളവരും ഇഷ്ടപ്പെടുന്നവരും ആയിരിക്കും അവർ. രണ്ടാമത്തേത്, പിശാചിനെ പിൻപറ്റി ജീവിക്കുന്ന ആളുകളാണ്. പിശാചിൻ്റെ ഖുത്വാത്തുകളെ, കാൽപാദങ്ങളെ പിൻപറ്റുന്നവരാണ്. അങ്ങനെ പിശാചിൻ്റെ കാൽപാദങ്ങളെ പിൻപറ്റുന്നവർ പിശാചിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവരാണ്. നീചവൃത്തികളും ദുരാചാരങ്ങളും ചെയ്യുന്നവരാണ്. ഇതൊക്കെ ഖുർആനിൻ്റെ ഈ സൂറയുടെ ആയത്തുകളിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങളാണ് ഈ അപവാദം പറയുന്ന ആളുകളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട്. അതുപോലെ ഇപ്പോൾ അപവാദം പറഞ്ഞ് കേൾക്കുമ്പോൾ അപവാദത്തിന് ഇരയായവനെക്കുറിച്ച് നമ്മുടെ നിലപാട് നമ്മൾ പറഞ്ഞു. ഇനി നമുക്കിടയിൽ തെറ്റ് ചെയ്ത ഒരാൾ, ഒന്നെങ്കിൽ അവൻ അപവാദം പറഞ്ഞവനായി, അല്ലെങ്കിൽ അവൻ മറ്റുള്ള തിന്മകൾ ചെയ്തു, നമുക്കിഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നമ്മളെ തന്നെ ബാധിക്കുന്ന ഒരു തിന്മ അവനിൽ വന്നുപോയി, അതിൻ്റെ പേരിൽ ഒരിക്കലും അവൻ്റെ അവകാശങ്ങളെ ഹനിക്കാൻ അള്ളാഹു അനുവദിക്കുന്നില്ല. തിന്മ ചെയ്യുന്നതോടുകൂടി ആരും വിശ്വാസിയാകാതിരിക്കുന്നില്ല. അത് അഹ്ലുസുന്നയുടെ വിശ്വാസവുമല്ല. ഇസ്ലാമിൻ്റെ അകത്ത് തന്നെയാണ്, മുഅ്മിനിൻ്റെ ഈമാനിൻ്റെ അകത്ത് തന്നെയാണ് അവനുള്ളത്. അവനിൽ സ്വാഭാവികമായി വന്നുപോയ തിന്മയാകാം, അവൻ ചെയ്യാൻ പാടില്ലാത്തതാകാം. ഒരു പക്ഷേ അവൻ തൗബ ചെയ്യാതിരിക്കാം. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അവന് നൽകേണ്ട അവകാശം അതിൻ്റെ പേരിൽ ഹനിക്കപ്പെടാൻ പാടില്ല. നമുക്കറിയാലോ, ഈ അപവാദവുമായി ബന്ധപ്പെട്ടിടത്ത് നമ്മൾ പലപ്പോഴും കേൾക്കുന്ന വചനമാണ്. ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ചാണ് പറഞ്ഞത്, അല്ലേ? അതിൽ മിസ്താഹ് ഉണ്ടായിരുന്നു.
മിസ്തഹ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് സാമ്പത്തികമായി സഹായിച്ചു പോരുന്നൊരു വ്യക്തിയാണ്. സ്വന്തം മകളെക്കുറിച്ച് ഈ അപവാദം പറഞ്ഞ് ആയിഷ റളിയല്ലാഹു അൻഹ നിരപരാധിയാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ കൊടുത്തു വന്നിരുന്ന സഹായം നിർത്തിവെച്ചു. ഇനി ഞാൻ ഒരിക്കലും അവനത് കൊടുക്കൂല എന്ന് പറഞ്ഞു. നമ്മളൊന്ന് നമ്മുടെ നിലക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മളെന്താ പറയുക, ഒരു കുഴപ്പമില്ല, അങ്ങനെ തന്നെ വേണമെന്ന് പറയും. അതെങ്ങനെ തന്നെയാണ് മിസ്താഹിന് കിട്ടേണ്ടതെന്ന് നമ്മൾ പറയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉടനെ പ്രതികരിച്ചു. അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്ഥാനമുള്ള വ്യക്തിയാണ് ആര്? അബൂബക്കർ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖിൻ്റെ ആ ഒരു ശബ്ദത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖണ്ഡിക്കുകയാണ് ചെയ്തത്. അബൂബക്കർ സിദ്ദീഖിനെ തിരുത്തുകയാണ് ചെയ്തത്. എത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ, വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅതി അൻ യുഅ്തു ഉലിൽ ഖുർബ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്. അള്ളാഹിൻ്റെ മാർഗത്തിൽ ഹിജറ പോയ മിസ്കീനായ തങ്ങളുമായി കുടുംബബന്ധമുള്ള ആളുകൾക്ക് നൽകിപ്പോന്നിരുന്ന ഒരു കാര്യം നിർത്തലാക്കാൻ നിങ്ങളിൽ ശ്രേഷ്ഠതയും കഴിവുമുള്ള ആളുകൾ അതിന് തയ്യാറാകാൻ പാടില്ല. ഫല്യഅഫു വല്യസ്ഫഹു, നിങ്ങൾ പുറത്തു കൊടുക്കണം, വിട്ടുവീഴ്ച നൽകണം. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരണം നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹു കരുണ ചെയ്യുന്നവനും പാപം പൊറുക്കുന്നവനുമാണ്. ഇത്ര ഗൗരവത്തോടെയാണ് ആയത്ത് സൂചിപ്പിച്ചതെന്ന് ആലോചിച്ച് നോക്കി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ ഉടനെ തിരുത്തി. അദ്ദേഹം ആണ് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി. അദ്ദേഹം പറഞ്ഞു, അതേ അള്ളാഹ് എനിക്ക് പുറത്തു തരുന്നതാണ് എനിക്കിഷ്ടം, അതുകൊണ്ട് ഞാൻ എൻ്റെ ശപഥത്തിൽ നിന്ന് പിന്മാറുന്നു. മിസ്തഹിന് എന്താണോ ഞാൻ കൊടുത്തു പോന്നിരുന്നത് അത് ഞാൻ നൽകുന്നതാണെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ പ്രതികരിക്കുകയുണ്ടായി. അപ്പോൾ ഈ ആയത്തിൽ നിന്ന് നമുക്കുള്ളൊരു പാഠം എന്താ വെച്ചാൽ, സമൂഹത്തിൽ ആരെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്നത് കാണുമ്പോഴേക്കും അയാൾക്ക് അതുവരെ കിട്ടിപ്പോന്നിരുന്ന എന്തെങ്കിലും അവകാശങ്ങളെ അതിൻ്റെ പേരിൽ ഹനിക്കാൻ നമ്മൾ ആളല്ല. അയാൾ ചെയ്യുന്ന തിന്മ സ്വകാര്യമായി അയാളെ ബോധ്യപ്പെടുത്തി അയാളോട് നസീഹത്ത്, അത് നമ്മുടെ ദഅവയുടെ ഭാഗമാണ്, നസീഹത്ത് ഉണ്ടാകണം. എന്നതിലുപരി നേരത്തെ പറഞ്ഞതുപോലെ അയാളുടെ അഭിമാനത്തിന് നമ്മൾ പ്രഥമ പരിഗണന നൽകണം. അതുപോലെ തന്നെ അയാൾക്ക് കിട്ടിപ്പോരുന്ന ഏതെങ്കിലും അവകാശങ്ങളെ ഹനിക്കപ്പെടാനും പാടില്ല. അത് ഇസ്ലാം വളരെ ഗൗരവമായി ഈ സൂറത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള വിഷയമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാവ് അതിനെ സൂക്ഷിക്കാനാണ്. അപ്പോൾ ഇതൊക്കെ എന്തോ കാരണം, അവൻ്റെ നാവിനെ സൂക്ഷിക്കാത്തത് കൊണ്ടാണ്. നാവുമായി ബന്ധപ്പെട്ട് അവർ പറയുന്ന സംസാരങ്ങളും അതുപോലെ തന്നെ അവരുടെ സംസാരങ്ങളിൽ വരുന്ന അബദ്ധങ്ങൾ, ഇതൊക്കെയാണ് ഈ ഒരു വിഷയത്തിന് കാരണമായി തീരുന്നത്. അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആയത്തുകൾ ഇത്രയുമാണ്. ഇനി അതിന് ശേഷം വരുന്ന ആയത്ത്, ഇപ്പോൾ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ, ഈ സ്വകാര്യതയിലേക്ക് കയറി ചെല്ലാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഒരാളുടെ ഒരു സ്വകാര്യതയിലേക്കും കയറി ചെല്ലാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. അതിൽപ്പെട്ട ഒരു വിഷയമാണ് ഈ അനുവാദവുമായി ബന്ധപ്പെടുത്ത് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് നൂറിലെ വചനങ്ങൾ. അവിടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ചോദിക്കുന്ന അനുവാദങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ അനുവാദം കൂടാതെ ഒരാളുടെ സ്വകാര്യതയിലേക്ക് കയറി ചെല്ലാൻ പാടില്ല. സൂറത്ത് നൂറിലെ 27 മുതൽ 29 വരെയുള്ള വചനങ്ങൾ. അതെന്താണ്? ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അനുവാദം ചോദിച്ചിട്ട് വേണം വീട്ടിലേക്ക് കയറാൻ. കാരണം എന്താ? ആ വീട്ടിൽ ഒരു മനുഷ്യൻ ഉണ്ടാകുക അവൻ്റെ സ്വകാര്യതയിലാണ്. ആ സ്വകാര്യതയിലേക്കാണ് അവൻ കയറി ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വീടിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, ഏത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഒരാളുടെ രഹസ്യത്തിലേക്കോ അവൻ്റെ സ്വകാര്യതയിലേക്കോ നമ്മൾ കയറി ചെല്ലരുത്. നമുക്ക് നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ഈ സൂറത്തിൽ സൂചിപ്പിച്ച മറ്റൊരു വചനം എങ്ങനെയാണ്? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസു വതുസല്ലിമു അലാ അഹ്ലിഹാ. വിശ്വാസികളെ, ലാ തദ്ഖുലൂ ബുയൂത, നിങ്ങളൊരു വീട്ടിലേക്ക് കയറി ചെല്ലരുത്. ഗൈറ ബുയൂതികും, നിങ്ങളുടേതല്ലാത്ത വീട്ടിലേക്ക്. ഹത്താ തസ്തഅനിസു, നിങ്ങൾ അനുവാദം ചോദിച്ചിട്ടല്ലാതെ. അലാ അഹ്ലിഹ, അതിൻ്റെ ആളുകളോട്. ദാലിക്കും ഖൈറുൽ ലക്കും ലഅല്ലക്കും തദക്കറൂൻ, അതാണ് നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുന്നവരാണെങ്കിൽ. അവർ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ പാലിക്കേണ്ട മര്യാദയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ 2-3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, അതിലെ ചില പദങ്ങൾ ഇപ്പോൾ ഇസ്തിഇദാൻ എന്ന അറബിയിൽ അനുവാദം ചോദിക്കുന്നതിന് സൂചിപ്പിക്കും. പക്ഷെ ഇവിടെ ഉപയോഗിച്ചത് എന്താണ്? ഇസ്തിഅനസ എന്നാണ്. അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. സാധാരണ അനുവാദം ചോദിക്കുന്നതിനേക്കാളും കുറച്ച് മാന്യമായിട്ടുള്ള അനുവാദം ചോദിക്കലാണ്.
ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വീട്ടിലേക്ക് നമ്മൾ അനുവാദം ചോദിക്കാൻ സലാം പറയും, അതുപോലെ ബെല്ലടിക്കും. നിൽക്കാതെ ബെല്ലടിച്ചിട്ട് അയാളെ ശല്യം ചെയ്യൽ ഈ പദത്തിനെതിരാണ്. അയാൾക്ക് ശല്യമില്ലാത്ത വിധത്തിലായിരിക്കണം അയാളോട് അനുവാദം ചോദിക്കേണ്ടത്. അത്രമാത്രം ഈ വിഷയത്തിൽ ഇസ്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട തുടർന്ന് വരുന്ന ആയത്തുകളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, സലാം പറയുകയും അനുവാദം ചോദിക്കുകയും വേണം. സലാം പറയണം, അനുവാദം ചോദിക്കണം. ഒരു വീട്ടിലേക്ക് കയറി ചെല്ലണമെങ്കിൽ വീട്ടുകാരൻ്റെ അഭാവത്തിൽ ആ വീടിൻ്റെ ഉള്ളിലേക്ക് കയറരുത്. അതിൽ മറ്റൊരു വിഷയം വരുന്നുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. പിന്നെ ആൾ താമസമില്ലാത്തതും ഒരു പ്രത്യേകം ആളുകൾ താമസിക്കുന്നതുമല്ലാത്ത വീടുകളിൽ ആവശ്യമെങ്കിൽ പ്രവേശിക്കാം. ഒന്ന്, ആൾ താമസമില്ലാത്ത വീട്, അവിടെ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഒരു വസ്തു ഉണ്ടെങ്കിൽ അത് എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? ആ വീട്ടിൽ കയറാം. രണ്ട്, ഒരു പ്രത്യേക ആളുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹോസ്റ്റൽ, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഈ കോമൺ ആയിട്ടുള്ള അക്കമഡേഷനുകൾ, അതുപോലെ ഈ ബസ് സ്റ്റോപ്പുകൾ, ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ടാവും. ഒരു പ്രത്യേക ആളുകൾ താമസിക്കുന്നതല്ല. വൈറു മക്സൂനത്തിൻ എന്ന ഖുർആൻ്റെ പ്രയോഗമാണത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് എന്തു വേണ്ട? അനുവാദം ഇല്ലാതെ കയറാം. പക്ഷേ അവിടെയും ശ്രദ്ധിക്കണം, ഖുർആൻ പറഞ്ഞ ഷർത്തുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അവിടെ മതാ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഉപകാരം എടുക്കാനുണ്ടെങ്കിൽ അവിടേക്ക് നിങ്ങൾക്ക്, കാരണം അവിടെ ഒരു പ്രത്യേക ആളുണ്ടാവില്ല അനുവാദം ചോദിക്കാൻ, അതുകൊണ്ട് അതിനുവേണ്ടി നിങ്ങൾക്ക് അവിടേക്ക് കയറാം എന്നവിടെ പറയുന്നുണ്ട്. പിന്നെ ഈ അനുവാദം ചോദിക്കുന്ന വിഷയത്തിൽ പൊതുവേ നമ്മളിൽ കണ്ടുവരുന്നൊരു പ്രശ്നമുണ്ട്. എല്ലാം കഴിഞ്ഞിട്ടാണ് അനുവാദം ചോദിക്കുക. ഇപ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ട്, മീറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഞാൻ ഇന്ന സ്ഥലത്ത് പോയിരുന്നു, അതുകൊണ്ട് മീറ്റിങ്ങിനില്ല. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ അനുവാദം ചോദിക്കുകയാണ് വേണ്ടേ. അനുവാദം ചോദിക്കുമ്പോൾ ചോദിക്കപ്പെടുന്ന ആളുടെ റൈറ്റ്സ് ആണ് കൊടുക്കണോ വേണ്ടേ? അതിനവസരമല്ലേ പിന്നെ എന്തിനാ അനുവാദം ചോദിക്കണേ? ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന നമ്മൾ ടൂർ പോയി, അവിടെ പോകുന്ന വഴിയിൽ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ സ്ഥലത്തേക്ക് പോകാട്ടോ, അതുകൊണ്ട് നാളെ ഉണ്ടാവില്ല. അത് അറിയിപ്പാണ്, അത് അനുവാദം ചോദിക്കലല്ല. അനുവാദം ചോദിക്കൽ ഞാൻ നാളെ പോകുന്നുണ്ട്, അതുകൊണ്ട് മറ്റന്നാളത്തെ ക്ലാസ്സിലേക്ക് എനിക്ക് പങ്കെടുക്കാൻ പറ്റൂല. അപ്പോൾ കേൾക്കുന്ന ആൾ പറയണം നീ നിർബന്ധമായിട്ട് പങ്കെടുക്കണം പറഞ്ഞാൽ അവിടെ പങ്കെടുക്കണം. അതല്ല, എനിക്ക് അനുവാദം തന്നു പറഞ്ഞാൽ അതാണ് അനുവാദം ചോദിക്കൽ. ഇത് വീട്ടിലേക്ക് കയറുമ്പോൾ മാത്രമല്ല, എല്ലാ വിഷയത്തിലും ശ്രദ്ധിക്കേണ്ട മര്യാദയിൽപ്പെട്ടതാണ്. അനുവാദം ചോദിക്കുക എന്ന് പറയുന്നത് ആ വിഷയത്തിന് മുമ്പായിരിക്കണം. അത് അധ്യാപകർക്കിടയിലായിരുന്നാലും അതുപോലെ തന്നെ നമ്മുടെ സംഘടനാ വിഷയങ്ങളിലായിരുന്നാലും ഏത് വിഷയത്തിലായിരുന്നാലും അനുവാദം ചോദിക്കേണ്ടത് അറിയിപ്പായി പോകരുത്, അത് അനുവാദം ചോദിക്കുന്ന രീതിയാകണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഈ സൂറത്തിൽ നമുക്ക് മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, അനുവാദം കൂടാതെ ചില വീട്ടിൽ നിന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം. അനുവാദം കൂടാതെ തന്നെ ചില വീട്ടിൽ കയറിയിട്ട് എന്ത് ചെയ്യാം. പക്ഷേ ആ വീട്ടിലേക്ക് കയറുമ്പോൾ ശ്രദ്ധിക്കണം, അവിടെ നമ്മൾ കാണാൻ പാടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അനുവാദം വാങ്ങണം. ഇനി പറയാൻ പോകുന്ന വീടുകളുണ്ട്, ആ വീട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം? ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിക്കാൻ അവരുടെ അനുവാദം വാങ്ങേണ്ടതില്ല എന്നാണ്. എന്നാൽ അവിടെ നമ്മൾ കാണാൻ പാടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവരുടെ അനുവാദം വാങ്ങിയിട്ട് ഉള്ളിൽ കയറാവും. ഏതൊക്കെ വീടുകളാണ്? ഒന്ന്, സ്വന്തം വീട്. രണ്ടാമത്തത് നമ്മുടെ പിതാക്കളുടെ വീട്. 3, മാതാക്കളുടെ വീട്. 4, സഹോദരന്മാരുടെ വീട്. 5, സഹോദരിമാരുടെ വീട്. പിന്നെ പിതൃവ്യന്മാരുടെ വീട്, അമ്മായികളുടെ വീട്. ഇതൊക്കെ സ്ത്രീ പുരുഷനാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉപ്പ ഉമ്മ, പിന്നെന്താ, ഒന്ന് സ്വന്തം പറഞ്ഞു, പിന്നെ ഉപ്പ അമ്മ പറഞ്ഞു, പിന്നെ സഹോദരൻ സഹോദരി. പിതൃവ്യൻ പറഞ്ഞാൽ ഉപ്പൻ്റെ ജ്യേഷ്ഠൻ, അമ്മായി പറഞ്ഞാൽ ഉപ്പൻ്റെ പെങ്ങള്, അമ്മാവൻ ഉമ്മൻ്റെ ആങ്ങള, മാതൃസഹോദരി ഉമ്മൻ്റെ ജ്യേഷ്ഠനിയത്തി. പെട്ടെന്ന് അതിൻ്റെ രീതി മനസ്സിലാക്കാൻ പറ്റും. പിന്നെയുള്ള താക്കോലുകൾ നിങ്ങളുടെ കൈവശത്തിലിരിക്കുന്ന വീടുകൾ. ഇപ്പോൾ പണ്ടൊക്കെ യാത്ര പോകുമ്പോൾ, യുദ്ധത്തിനോ മറ്റോ യാത്ര പോകുമ്പോൾ വീട് അടച്ചു പൂട്ടിയിട്ട് ആ വീടിൻ്റെ ചാവി എന്ത് ചെയ്യും? ആളെ ഏൽപ്പിക്കും. ഈ ആഴ്ച ഇറങ്ങാൻ തന്നെ പശ്ചാത്തലം ചില പണ്ഡിതന്മാർ പറയുന്നത് അതാണ്. ഏൽപ്പിക്കുമ്പോൾ ശരിക്കും പറയും അവിടെയുള്ള എന്തു നിങ്ങൾക്ക് ഭക്ഷിക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അവരെ ഏൽപ്പിച്ചാലും അറബികൾ അത് കഴിക്കുമായിരുന്നില്ല എന്നാണ്. അതൊരു ഐബായി കണ്ടിരുന്നു. അതിനെ ഗണ്ണിക്കൊക്കെ കൂടെയാണ് ഈ ആയത്ത് ചെയ്തത് എന്ന് പണ്ഡിതന്മാർ ഇതിൻ്റെ തഫ്സീറിൽ പറയുന്നുണ്ട്. മറ്റൊന്ന്, നിങ്ങളുടെ സ്നേഹിതൻ്റെ വീട്. സ്വദീഖിൻ്റെ വീട്ടിൽ ചെയ്യുന്ന നേരത്തെ പറഞ്ഞ മര്യാദ പാലിക്കണം. വീട്ടിൽ കയറിയിട്ട് അനുവാദമില്ലാതെ എന്ത് ചെയ്യാം? ഭക്ഷണം കഴിക്കാം. പക്ഷേ നേരത്തെ പറഞ്ഞ മര്യാദ അവിടെ പാലിക്കണം. പിന്നെ ഓക്കെ, അതാണ് നമുക്ക് അനുവാദം കൂടാതെ ഭക്ഷണം കഴിക്കാവുന്ന വീടുകൾ.
പിന്നെ സൂറത്ത് പറഞ്ഞ വളരെ പ്രധാനമായ, പ്രത്യേകിച്ച് പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടെയാണ്, കുടുംബമായി ജീവിക്കുന്ന പ്രവാസികൾ വീടുകൾക്കുള്ളിലെ 3 സ്വകാര്യ സമയങ്ങൾ. ഇത് പ്രവാസികൾ മാത്രമല്ല എല്ലാവരും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇപ്പോൾ വീട്ടിൻ്റെ പുറത്ത് നിൽക്കുന്ന ആൾ വീട്ടിലേക്ക് കയറുന്നതിനെ പറ്റി പറഞ്ഞില്ലേ, ഇനി വീട്ടിൻ്റെ ഉള്ളിലുള്ള ആൾക്ക് തന്നെ ചില സ്വകാര്യങ്ങളുണ്ട്. വീട്ടിൻ്റെ ഉള്ളിൽ ഭാര്യ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഉപ്പയുടെയും ഉമ്മയുടെയും റൂമിലേക്ക് മക്കൾ കയറി വരുന്നത് ഇസ്ലാം വളരെ കണിശമായി ചില നിയമങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് ഗൗരവമായി പാലിക്കും വേണം. ഒന്ന്, അള്ളാൻ്റെ കൽപ്പനകൾ ധിക്കരിച്ചതിൻ്റെ ഭവിഷ്യത്തും അതിൻ്റെ കുറ്റം ഉണ്ടാവും. 2, നമ്മുടെ കുട്ടികളുടെ ഭാവി അവതാളത്തിലാവും. ആദ്യ ആയത്തുകളൊന്ന് നോക്കുക. ഇവിടെ 2 ആയത്തുകളിലാണ് ഈ വിഷയം കംപ്ലീറ്റ് പറയുന്നത്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആയത്ത് വായിക്കാതെ അതിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് പോവാം. 3 സമയങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ യായുല്ലദീന ആമനു ലിയസ്തഅ്ദിനകുമുല്ലദീന മലക്കത ഐമാനുകും വല്ലദീന ലം യബ്ലഗു അൽഹുൽമ മിൻകും 3 മർറാത്ത് മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്ർ വഹീന തളഊന സിയാബകും മിനൽ ദഹീറതി എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കണം എന്ന് വെച്ചാൽ നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമകൾ, അതുപോലെ തന്നെ ഹുലും എത്തിയിട്ടില്ലാത്ത, പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്ത മക്കൾ. പ്രായപൂർത്തി എത്തിയ മക്കളോ അത് തൊട്ട് ശേഷമുള്ള ആയത്ത് പറയുന്നുണ്ട്, അവർ മറ്റുള്ളവരെ പോലെ തന്നെയാണ്, എല്ലാ സമയത്തും അനുവാദത്തോടെ കയറാൻ പറ്റുള്ളൂ. പ്രായപൂർത്തി എത്തിയ കുട്ടികൾ അത് തൊട്ട് ശേഷം ഇദാ ബലഗൽ അത്ഫാലു മിൻകുമുൽ ഹുലും എന്ന് പറയുന്നിടത്ത് മറ്റുള്ളവരെ പോലെ തന്നെ ഏത് സാഹചര്യത്തിലും സന്ദർഭത്തിലും അനുവാദത്തോടെ വീട്ടിൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും റൂമിലേക്ക് പ്രവേശിക്കാവൂ. എന്നാൽ പ്രായപൂർത്തി എത്തിയിട്ടില്ലാത്ത കുട്ടികളാണെങ്കിൽ 3 സമയം പ്രത്യേകം അവരെന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം, അനുവാദം ചോദിക്കണം. ആ 3 സമയങ്ങൾ ഏതാ? 1 പ്രഭാത നമസ്കാരത്തിന് മുമ്പ്, ഫജ്റിന് ശേഷമല്ല, ഫജ്റിന് മുമ്പ്. 2 ഉച്ച സമയം, ഉറങ്ങുവാൻ നിങ്ങളുടെ വസ്ത്രം മാറ്റിവെക്കുന്ന സമയം. 3 ഇശാ നമസ്കാരത്തിന് ശേഷം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു നിങ്ങളുടെ 3 സ്വകാര്യ സന്ദർഭങ്ങളത്രേ ഇത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ് എന്താ വെച്ചാൽ, 1 കുട്ടികളത് പഠിപ്പിക്കണം. 2ാമത്തെ വിഷയം, ഒരിക്കലും നമ്മുടെ സ്വകാര്യ കാര്യങ്ങൾ നമ്മുടെ മക്കൾ കാണാൻ ഇടപെടരുത്. മുതിർന്നവരെന്തായാലും ഇല്ല, പറ്റില്ല എന്നുള്ളത് തർക്കമല്ല. പക്ഷെ മുതിർന്നവരെ പറ്റിയല്ല ഈ പറയണേ, ചെറിയ കുട്ടികൾ. നമുക്കറിയാലോ, നമ്മൾ കുട്ടികളുടെ മനഃശാസ്ത്രം പലപ്പോഴും കേൾക്കുകയും കാണുകയൊക്കെ ചെയ്ത് അവരെന്താണോ കണ്ടത് അത് കൃത്യമായി ഫീഡ് ചെയ്യും. അത് പല രീതിയിലുള്ള സ്വഭാവ വൈകല്യങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളെത്തിക്കും. അവർ കണ്ടതെന്തോ അതുപോലെ ആക്ട് ചെയ്യാനുള്ള ത്വര അവർക്കുണ്ടാവും. 1. മറ്റൊന്ന്, ചിലപ്പോൾ നമ്മളെപ്പറ്റി തെറ്റായ ധാരണ കുട്ടികളുടെ മനസ്സിലുണ്ടാവും. പല രീതിയിൽ കുട്ടികൾ, പല ആംഗിളിലൂടെ കുട്ടികൾ അതിനെ കാണും, അതിനെടുക്കും. ഇപ്പോൾ ഞാൻ പ്രവാസികൾ എന്ന് പ്രത്യേകം പറയാൻ കാരണം ചിലപ്പോൾ റൂമായിരിക്കും, അവിടെയൊക്കെ എല്ലാവരും ഒന്നിച്ച് കിടക്കണേ. ഗൗരവമായി സൂക്ഷിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതിൻ്റെ കാഴ്ച മാത്രമല്ല, അതിൻ്റെ സൗണ്ടുകളായിരുന്നാലും ഏത് വിഷയത്തിലായിരുന്നാലും കുട്ടികളെ ബാധിക്കുന്ന രീതിയിൽ നമ്മുടെ സ്വകാര്യ കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അത് ഉറപ്പുവരുത്തണം. അവർ കയറി വരികയില്ല, അവർ കാണാൻ സാധ്യതയില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ ഗൗരവമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള അധ്യാപനമാണ്. അതേപോലെ തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട വിഷയമാണ്. നമ്മുടെ കുട്ടികളുടെ ഭാവിയെപ്പോലും ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് അത് സൂറത്ത് നൂർ ഈ വിഷയത്തിൽ നമുക്ക് പരിചയപ്പെടുത്തുന്ന അനുവാദവുമായി ബന്ധപ്പെടുത്ത് പറയുന്ന കാര്യമാണ്. പിന്നെ സൂറത്തിൻ്റെ അവസാന ആയത്തിൻ്റെ തൊട്ട് മുമ്പ് അതോ കുറച്ച് അവസാനത്തിലൊക്കെ വരുന്ന ഒരു വചനമാണ് സദസ്സുകളിൽ പാലിക്കേണ്ട അനുവാദം. ഇപ്പോൾ അവിടെ അനുവാദങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ മുന്നോട്ട് എടുത്തു വെച്ചതാണ്. സദസ്സ് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫضല് പറയുന്ന ആയത്തുകളാണ്. നബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി നിങ്ങൾ എന്തെങ്കിലും ഒരു പൊതുകാര്യത്തിന് വേണ്ടി സമ്മേളിക്കുകയാണെങ്കിൽ ആ സദസ്സിൽ നിന്ന് ലം യദ്ഹബു ഹത്താ യസ്തഅ്ദിനുഹു, നബിയോട് അനുവാദം ചോദിക്കാതെ നിങ്ങൾ ഇറങ്ങിപ്പോകരുത്. ഇന്നല്ലദീന യസ്തഅ്ദിനൂനക ഉലൈക അല്ലദീന യുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി, നിന്നോട് അനുവാദം ചോദിക്കുന്നവർ വിശ്വാസികളാണ്, അള്ളാഹുലും പ്രവാചകനും വിശ്വസിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഇനി അങ്ങനെ അവരെ നിന്നോട് അനുവാദം ചോദിക്കുകയാണെങ്കിൽ താങ്കൾക്ക് എന്തേ അവർക്ക് അനുവാദം കൊടുക്കാം. അതേപോലെ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആകാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വസ്തഗ്ഫിർ, അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. വസ്തഗ്ഫിർ ലഹുമുല്ലാഹ ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, പാപമോചനം തേടണമെന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്.
ഈ ആയത്ത് പ്രവാചകൻ്റെ വിഷയത്തിൽ ഒരുപാട് നിയമനിർദ്ദേശങ്ങൾ ആ വിഷയത്തിലുണ്ട്. എന്നാൽ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മീറ്റിംഗ് കൂടുകയാണ്. ആ മീറ്റിങ്ങിന് അധ്യക്ഷൻ എന്തിനാ വെക്കണേ? അയാൾ വെറുതെ ഇരിക്കുകയല്ല അവിടെ. നമ്മൾ പലപ്പോഴും കാണുന്നൊരു വിഷയമാണ്. ഒരുപാട് മീറ്റിങ്ങുകൾ നമ്മൾ പറഞ്ഞാലും എത്ര പറഞ്ഞാലും നമുക്കൊന്നും അതിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു വിഷയമാണിത്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു ഫോൺ വന്നാൽ ഫോൺ എടുത്ത് കഴിച്ചു പോകും, പിന്നെ എപ്പോഴെങ്കിലും കയറി വരും. ആരാ പറഞ്ഞേ? ഒരു കുറ്റാണ് അതിലൂടെ കിട്ടണേ. ആ മീറ്റിങ്ങിന് വന്നിട്ട് നമ്മൾ എന്താ വാങ്ങണേ? കുറ്റാ വാങ്ങണേ. ഫോൺ വന്നാൽ അവിടെ എന്താ പറയുക, പ്രൊസീഡിയത്തിൽ ആളുണ്ട്, ആളോട് ചോദിക്കണം എനിക്ക് ഫോണുണ്ട്, അർജൻറ്റ് കോളുണ്ട്, ഇറന്നു പോട്ടെ. മീറ്റിംഗ് ഏകദേശം തീരുമാനമായി എന്ന് കണ്ടാൽ പിന്നെ ബാക്കിൽ നിന്ന് അങ്ങനെ എഴുന്നേറ്റ് പോകാനാവും. പിന്നെ അവസാനം നന്ദി പറയുന്ന ആളും കുറച്ച് ആളുകളും ബാക്കിയാവും. മീറ്റിംഗ് കഴിഞ്ഞില്ലേ? മീറ്റിംഗ് ഫുള്ളിരുന്നിട്ടില്ല, അതിൻ്റെ കൂലൊന്നും അയാൾക്ക് കിട്ടിയിട്ടുമില്ല, കുറ്റാണ് കിട്ടിയേ. അനുവാദമില്ലാതെ എങ്ങനെ എഴുന്നേറ്റ് പോലെ? മീറ്റിംഗ് കഴിഞ്ഞ് പിരിച്ചു വിട്ടു എന്ന് പറയുമ്പോഴാണ് മീറ്റിംഗിൽ നിന്ന് എഴുന്നേറ്റ് പോകേണ്ടത്. അനുവാദം ചോദിക്കാതെ അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഒരു ജാമ്യമായിട്ടുള്ള ഒരു വിഷയത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരുന്നാൽ പിന്നെ അതിൽ നിന്ന് അനുവാദം ചോദിക്കാതെ പോകരുത് എന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നുവെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അനുബന്ധമായുള്ള മറ്റൊരു വിഷയമാണ്, അനുവാദവുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ. ഇപ്പോൾ നമ്മൾ അന്യ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അനുവാദം വാങ്ങണമെന്ന് പറഞ്ഞു. സ്വന്തം ഭാര്യൻ്റെ അടുത്ത് കയറി ചെല്ലാനോ? കോമണായ രീതിയിലാണെങ്കിൽ ഓക്കെയാണ്. പക്ഷേ ഒരു വലിയ യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ആൾ അങ്ങനെ ചെല്ലാൻ പറ്റില്ല. ഇപ്പോൾ പ്രവാസികളായ നമ്മൾ ഉദാഹരണം എടുക്കാം. ഇന്നുള്ള സർപ്രൈസ് വിസിറ്റുകളാണ്, അതിൻ്റെ തലങ്ങും വലങ്ങുള്ള വീഡിയോസുകളാണ്. എന്നിട്ട് അത് വീഡിയോ ഇട്ടിട്ട്, മുസ്ലിങ്ങളൊന്നുമല്ല, അത് വീഡിയോ എടുത്തിട്ട് അവളുടെ മുഖഭാവം കണ്ടോ, ഇത് കണ്ടോ, അത് കണ്ടോ എന്ന് വെച്ചിട്ട് അത് പ്രചരിപ്പിക്കുകയും അതിൽ ആനന്ദം കൊള്ളുകയും ചെയ്യുന്ന ആളുകൾ, മുസ്ലിങ്ങളായ ആളുകൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവളെ ഗൗരവമായി വിലക്കിയിട്ടുള്ള വിഷയമാണത്. അവളോട് പറയാതെ അവളുടെ അരികിലേക്ക് പോകാൻ പാടില്ല എന്നാണ്. നമ്മൾ വീട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, ഭാര്യയുടെ അരികിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇന്ന ദിവസം ഞാൻ വരും എന്നറിയിക്കാതെ പോകാൻ പാടില്ല. 2 ഹദീസുകൾ ഈ വിഷയത്തിലുണ്ട്. 2 വേറെ ഹദീസുകൾ 2 അവിടെ കൊടുത്ത്. ഒന്ന്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ വിലക്കിയിട്ടുണ്ട് അയ്യ തുറുഖ റജുലു അഹ്ലഹു ലൈലൻ ബഅദ സ്വലാത്തിൽ ഇശാ, ഇശാസ്കാരത്തിന് ശേഷം പെട്ടെന്ന് വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. അത് ഉദ്ദേശിക്കുന്നത് വലിയ യാത്ര കഴിഞ്ഞ് പോകുന്ന ആളുകളെ കുറിച്ചാണ്. അതും അനുവാദമില്ലാതെ പോകുന്ന ആളുകളെ കുറിച്ച്. അനുവാദമില്ലാതെ വലിയ യാത്ര കഴിഞ്ഞ് രാത്രിയിൽ, അതും രാത്രിയിലാവുമ്പോൾ പ്രത്യേകിച്ചും, പകലിലാണെങ്കിലും നിയമം അത് തന്നെ, രാത്രിയിൽ പ്രത്യേകം എടുത്തു പറഞ്ഞു ഭാര്യയുടെ അരികിലേക്ക് കയറി ചെല്ലാൻ പാടില്ല. വേറെ ഹദീസിൽ ജാബിർ റളിയല്ലാഹുവിൻ്റെ ഹദീസാണ്. ജാബിർ റളിയല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഥവാ യുദ്ധയാത്ര കഴിഞ്ഞ് വന്നിട്ട് ജാബിർ റളിയല്ലാഹു പെട്ടെന്ന് ധൃതിയിൽ പോകുന്നുണ്ട്. ചോദിച്ചു, നീ എവിടേക്കാ പോണേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ, മണവാളനാണ്, അതുകൊണ്ട് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അംഹിലു ഹത്താ നദ്ഖുല ലൈലൻ, ഒന്ന് സാവകാശപ്പെട്, ധൃതിപ്പെട്ടു പോകല്ലേ, ഇശാസ്കരിക്ക്, പള്ളിയിൽ ഇശാസ്കരിക്ക്. എന്തിനാ? കൈ തം തശിത അശ്യഅസതു, അവളുടെ മുടിയൊക്കെ ഒന്ന് ചീകി വെച്ച് റെഡിയാകട്ടെ. അതുപോലെ തന്നെ വതസ്തഹിദ്ദ അൽ മുഗീബതു, ഒഴിവാക്കേണ്ട എന്താ പറയുക രോമങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വടിച്ച് കളഞ്ഞ് ഒഴിവാക്കി അവർ റെഡി ആയിക്കോട്ടെ, എന്നിട്ട് വീട്ടിൽ കയറി ചെന്നാൽ മതി, അങ്ങനെ ധൃതിയിൽ പോകണ്ട, നിസ്കാരം കഴിഞ്ഞിട്ട് പോകാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തടഞ്ഞു വെച്ചു എന്നാണ്. അപ്പം അത്ര ഗൗരവമുണ്ട് ഈ വിഷയം ആലോചിച്ച്. അപ്പോൾ ഈ സർപ്രൈസ് വിസിറ്റുകൾ എന്ന രീതിയിൽ നടക്കുന്നതിന് ഇസ്ലാമികമായി യാതൊരു ബന്ധമില്ല എന്ന് മാത്രമല്ല, അത് കണിശമായി വിലക്കിയിട്ടുള്ള വിഷയമാണ്. മറ്റൊരു അനുബന്ധത്തോട് പറയാനുള്ളത്, മൊബൈൽ ഫോൺ നമ്മളൊരു വീടായി പരിഗണിച്ചാൽ മതി. മൊബൈലിലേക്ക് വരുന്ന മുഴുവൻ കോൾ എടുത്തോണമെന്ന് നിയമമില്ല ഇസ്ലാമിൽ. അങ്ങനെ ചില ആളുകൾക്ക് തെറ്റിദ്ധാരണയുണ്ട്. വിളിച്ചാൽ എടുത്തോണം എന്നൊരു ധാരണ. എൻ്റെ ഫോണിക്ക് കോൾ വന്നാൽ എടുക്കണോ വേണ്ട എന്നുള്ളത് തീരുമാനിക്കാനുള്ള റൈറ്റ്സ് എനിക്കുണ്ട്. എനിക്ക് പറ്റിയ സാഹചര്യമാണെങ്കിൽ എനിക്ക് എടുക്കാം, അല്ലെങ്കിൽ എടുക്കാതിരിക്കാം. പക്ഷേ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഒരു വീട്ടിലേക്ക് ഒരാൾ വന്ന് അനുവാദം ചോദിച്ചാൽ അനുവാദം കൊടുക്കാം, ഇല്ലെങ്കിൽ ഇല്ല. പക്ഷേ ആളെ നോക്കിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യം നോക്കിയിട്ട് അവിടെ നമ്മൾ ആക്ട് ചെയ്യേണ്ടത് മറ്റൊരു വശമാണ്. അതുപോലെ നമ്മളെ മൊബൈലിലേക്ക് വരുന്നത് ചിലപ്പോൾ വളരെ അത്യാവശ്യ കോളായിരിക്കും. അത് പരിഗണിച്ചിട്ടായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടതും എടുക്കേണ്ടതും കാര്യം. പക്ഷേ എടുത്തില്ല എന്ന ആക്ഷേപം ഒരാളെ പറ്റി പറയുന്നത് ശരിയല്ല എന്നർത്ഥം. കാരണം അത് എടുക്കണോ വേണ്ടേ എന്നത് തീരുമാനിക്കേണ്ടത് അയാളാണ്.
അപ്പോൾ ഇനി ഫൈസൽ ഖാൻ്റെ കൂടെ എടുക്കേണ്ടതെന്നല്ല പറഞ്ഞതിനർത്ഥം എന്നുള്ളതും കൂടെ പറയാണ്. തയ്യും. അപ്പോൾ അനുവാദം ചോദിക്കുന്നതിൻ്റെ ഒരു അനുബന്ധം പറഞ്ഞു എന്ന് മാത്രം. ഇനി ഈ വിഷയത്തിൽ മൂന്നാമത്തെ കാര്യത്തിലേക്ക് പോവാം. മൂന്നാമത്തത് ലൈംഗിക വിശുദ്ധിയും ദൃഷ്ടിയെ നിയന്ത്രിക്കലും. ഈ സൂറത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ്. ഇപ്പോൾ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ദൃഷ്ടിയെ നിയന്ത്രിച്ചേ പറ്റൂ. നമ്മുടെ കാഴ്ച, കാരണം കാഴ്ചയാണ് വ്യഭിചാരത്തിൻ്റെ ആദ്യ പടി. കാഴ്ചയിലൂടെയാണ് നമ്മൾ ഉത്തേജനം ലഭിക്കുന്നതും. വ്യഭിചാരമാണെങ്കിലും അതുപോലെ തന്നെ ലൈംഗികമായിട്ടുള്ള മറ്റു അധാർമികതയിലേക്കും ലൈംഗിക അവിശുദ്ധിയിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കുന്നതൊക്കെ എന്താണ്? അതിൻ്റെ ആദ്യ സ്റ്റെപ്പ് നമ്മൾ കാണുന്ന പല കാഴ്ചകളുമാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ ഈ വിഷയത്തിൽ സൂറത്ത് നൂറിൽ പറഞ്ഞത് ആണിനോടും പെണ്ണിനോടും പറഞ്ഞു അല്ലേ, ഖുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും. കേട്ടോ, ആദ്യം പറഞ്ഞെന്താ? ദൃഷ്ടിയെ അവൻ താഴ്ത്തണം. എന്നിട്ടാണ് പറഞ്ഞത് അവൻ്റെ ഗുഹ്യഭാഗത്തെ അവൻ സൂക്ഷിക്കുകയും ചെയ്യണം. ദാലിക അസ്കാലക്കും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. ഇത് വിശ്വാസികളോട് ഖുല്ലിൽ മുഅ്മിനീന എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൽ വിശ്വാസിയും പെട്ടു വിശ്വാസിനിയും പെട്ടു. പക്ഷേ ഒന്നും കൂടെ അതിൻ്റെ ഗൗരവം കാരണം വിശ്വാസിനിയെ തൊട്ട് ശേഷമുള്ള ആയത്തിൽ വീണ്ടും പറഞ്ഞു ഖുല്ലിൽ മുഅ്മിനാതി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന. എൻ്റെ ബാക്കി ആയത്തുകൾ പിന്നെ അവർ പാലിക്കേണ്ടി വരേണ്ട ഇൻഷാല്ലാഹ് അടുത്ത് ഞാൻ പറയും. അപ്പോൾ അവിടെയും അവരോടും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്, ദൃഷ്ടിയെ താഴ്ത്തണം. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേറൊന്നുണ്ട്. ആണിന് പെണ്ണിനെ കാണാൻ പറ്റില്ല, പെണ്ണും അന്യപുരുഷനെ കാണുന്നതിൽ അവരുടെ ഔറത്തുകൾ കാണുന്നതുമായി ബന്ധപ്പെട്ടിടത്തും ഇപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട ഹദീസുകളൊക്കെ കാണാം. അവർ അന്ധനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിനക്ക് അന്ധതയില്ലല്ലോ, അവൻ അന്ധനാണ്, പക്ഷേ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ അന്ധയല്ലല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിക്കുന്നതായി കാണാം. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ദൃഷ്ടിയെ താഴ്ത്തുക എന്നുള്ളത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ്. തിന്മയുടെ സാഹചര്യത്തെ ഇല്ലാതാക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ അവിടെ ഉണ്ട്. ഏത് വിഷയത്തിലും അങ്ങനെയാണ്. മാനുഷികമായി നമ്മൾ തിന്മകൾ ചെയ്യാൻ നമ്മുടെ മനസ്സെന്ത് ചെയ്യും? പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അമ്മാറത്തും ബിസ്സു എന്ന് പറഞ്ഞില്ലേ നമ്മുടെ മനസ്സിനെ പറ്റി. അത് ഇല്ലാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ട വിഷയം. അപ്പോൾ അതിൽ സാഹചര്യങ്ങളിൽ പെട്ടതാണെന്ത്? പ്രഥമമായും ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നമ്മുടെ കാഴ്ചയെ നമ്മൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക എന്നുള്ളത്. അതിന് ഈ ആയത്ത് ഖുല്ലിൽ മുഅ്മിനീന യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന എന്ന് പറയുന്ന ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പിന്നെ സ്ത്രീകളോട് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഔറത്ത് മറക്കേണ്ടതിനും അവരുടെ എന്ത് ചെയ്യണം, മുഖമക്കനകൾ അവരുടെ മാറിടത്തിലൂടെ താഴ്ത്തിയിടണമെന്ന് പറഞ്ഞ് പിന്നെ അവരുടെ ഔറത്ത് പൂർണ്ണമായി മറക്കേണ്ടതില്ലാത്ത ആളുകൾ ആര്? 3 രീതികളാണ് സ്ത്രീകൾക്കുള്ളത്. ഒന്ന്, തൻ്റെ ഭർത്താവുമായി ബന്ധപ്പെട്ടെടുത്ത് അവിടെ അവൾക്ക് വിവസ്ത്രയാകാം, ഭർത്താവിൻ്റെ മുന്നിൽ മാത്രം. പിന്നെ ഇനി പറയാൻ പോകുന്ന ആളുകൾ അവരുടെ മുന്നിൽ പൂർണ്ണമായി ഹിജാബിൻ്റെ ആവശ്യമില്ല, പൂർണ്ണ ഹിജാബ് ആവശ്യമില്ല, പക്ഷേ അവർ മറക്കേണ്ട ഭാഗങ്ങൾ മറച്ചിരിക്കണം. മറ്റൊന്ന്, അജാനിബായിട്ടുള്ള ആളുകൾ, അന്യപുരുഷന്മാർ, അവരെന്ത് ചെയ്യണം? പൂർണ്ണമായും ഹിജാബിലായിരിക്കണം. അതിൽ ആ രണ്ടാമത് പറഞ്ഞ വിഭാഗങ്ങളെ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറയുന്നുണ്ട്. അത് ഇവരൊക്കെയാണ്. ശരിക്കും ഇവരുടെ മഹ്റമുകൾ എന്ന് പറയുന്നത് ഇവരാണ്. ആരാണത്? ഒന്ന് ഭർത്താക്കന്മാർ, അത് ഞാൻ പറഞ്ഞല്ലോ, ഭർത്താവിൻ്റെ മുന്നിലുള്ള അവരുടെ നിയമം വേറെയാണ്. പിന്നെ പിതാക്കൾ, മറ്റൊന്ന് ഭർത്തൃപിതാക്കൾ, പിന്നെ പുത്രന്മാർ, ഭർത്തൃപുത്രന്മാർ, സ്വന്തം മക്കളല്ല, ഭർത്താവിന് വേറൊരു ഭാര്യയിൽ മക്കളുണ്ട് എങ്കിൽ അവർ, പിന്നെ സഹോദരന്മാർ, സഹോദരപുത്രന്മാർ, സഹോദരീ പുത്രന്മാർ, സഹോദരന്മാരും സഹോദരന്മാരുടെ പുത്രന്മാരും സഹോദരിമാരുടെ പുത്രന്മാരും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മഹ്റമാണ്. പിന്നുള്ളത് മുസ്ലിങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ, അവിടെ പ്രത്യേകം അത് പറഞ്ഞിട്ടുണ്ട്. അതിൽ പണ്ഡിതന്മാരുടെ വിശദീകരണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുസ്ലിങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ, അതല്ലാത്ത സ്ത്രീകൾ മറ്റുള്ള പുരുഷന്മാരെ പോലെ തന്നെയാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഉണ്ട്. ഖുർആൻ്റെ പ്രയോഗവും അങ്ങനെ തന്നെയാണ്. മുസ്ലിങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ, അതുപോലെ അവരുടെ വലങ്കൈ ഉടമപ്പെടുത്തിയവർ, അടിമകൾ, പിന്നെ ലൈംഗിക ആസക്തി ഉള്ളവരല്ലാത്ത പുരുഷന്മാരായ പരിചാരകർ, അവരെ പരിചരിക്കുന്ന ഹിദുമ ചെയ്യുന്ന, ഇത് അടിമകളല്ല, ഖാദിമീങ്ങളാണ്, പക്ഷേ എന്തല്ല, വളരെ പ്രായം ചെന്നിട്ടുള്ള ആളുകളാണ്. പിന്നെ ഒന്ന്, സ്ത്രീകളുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത കുട്ടികൾ,
വളരെ ചെറിയ പ്രായമുള്ള കുട്ടികൾ. ഇവരുടെ മുന്നിലാണ് സ്ത്രീകൾക്ക് ഔറത്ത് എന്ന് മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭർത്താവിൻ്റെ മുന്നിൽ കാണിക്കുന്നത് പോലെയല്ല, അവർ പൂർണ്ണമായി മറക്കാത്ത രീതിയിലുള്ള ഔറത്ത് ഒളിവാക്കാവുന്ന ആളുകൾ ഇത്രയും പറഞ്ഞ ആളുകളിൽ പെട്ടവരാണ്. ഇനി ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഇപ്പോൾ അതിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ഈ സ്ലൈഡ് നോക്കാം. ഇപ്പോൾ ഈ ആയത്തുകളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യം, ലൈംഗിക വിശുദ്ധി ഉണ്ടാകാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, പ്രലോഭനങ്ങളില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിനാണ് ഇപ്പോൾ നമ്മൾ ദൃഷ്ടി താഴ്ത്താൻ പറയുന്നതും സ്ത്രീയോട് ഔറത്ത് മറച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ വേണ്ടി പറയുന്നതൊക്കെ എന്താണ്? പ്രലോഭനം ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഏത് വിഷയത്തിലും അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഒരു തിന്മ സ്ഥിരമായി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ തിന്മ എൻ്റെ ജീവിതത്തിൽ വരാനൊരു കാരണം ഉണ്ടാവും, ഒരു സാഹചര്യം ഉണ്ടാവും. ആ സാഹചര്യം എന്താണെന്ന് കണ്ട് അതിനെ ട്രീറ്റ് ചെയ്തെങ്കിലേ നമുക്കത് മാറിക്കാൻ പറ്റുള്ളൂ. അത് ഏത് വിഷയത്തിലും നമുക്ക് കാണാൻ പറ്റുന്ന വിഷയമാണ്. ഇപ്പോൾ ഈ വിഷയത്തിലും ആദ്യം നമ്മുടെ ലൈംഗികാവയവത്തെ സൂക്ഷിക്കാൻ പറയുന്നതിന് തൊട്ടുമുമ്പ് ഖുർആൻ പറഞ്ഞ എന്താ? ദൃഷ്ടിയെ താഴ്ത്തണം എന്നാണ്. ആ 99 ആളെ കൊന്ന് 100 തേച്ച ആൾ അയാളോട് പറഞ്ഞു കൊടുത്തത് എന്താ? ഈ നാട് വിട്ടു പോകണമെന്നാണ്. എന്നിട്ട് അയാൾ സ്വർഗം നേരക്കും തീരുമാനിച്ചത് എന്താ? അയാൾ ഏത് നാടിനോടാണ് അടുത്ത് നിൽക്കുന്നത് നോക്കിയിട്ടാണ്. സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. മറ്റൊന്ന്, കാഴ്ചയെ താഴ്ത്തുക. അതിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോസുകൾ കാണുന്നതും ഇതൊക്കെ പലപ്പോഴും നമ്മളെ സ്വാധീനിക്കുന്ന വിഷയങ്ങളാണ്. വേറൊന്നാണ് വിവാഹം നേരത്തെയാക്കുക. വിവാഹപ്രായമായ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വിവാഹം കഴിപ്പിക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. ഇത് ഗൗരവമുള്ള വിഷയമാണ്. പല കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ നീട്ടിക്കൊണ്ടുപോകുമ്പോൾ പല തെറ്റിലേക്കും കുട്ടികൾ എത്തിപ്പെടും. പല തെറ്റുകളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അതിൻ്റെ കാരണക്കാർ നമ്മൾ കൂടി ആയി മാറുന്ന അവസ്ഥ ഉണ്ടാവും. കൂട്ടത്തിൽ പ്രവാസികളായി ഇവിടെ ബാച്ചിലേഴ്സായി നിൽക്കുന്ന ആളുകൾ, അവർ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടെ ഉണ്ട്. അഥവാ നമ്മുടെ ഭാര്യമാർ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ, നാട്ടിലെ സ്ത്രീകളാണെങ്കിലും ഇവിടുത്തെ പുരുഷന്മാരാണെങ്കിലും, നമ്മുടെ കൂടെ ഇല്ലാത്തതിനാൽ ലൈംഗിക വിശുദ്ധി പൂർണ്ണാർത്ഥത്തിൽ സൂക്ഷിക്കാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ ഒറ്റ പരിഹാരം ഇസ്ലാം നിർദ്ദേശിക്കുന്നുള്ളൂ. ഒന്നെങ്കിൽ അവരങ്ങോട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ നിർത്തിപ്പോവുക. അവിടെ പിന്നെ ജോലിയോ കുട്ടികളോ ഒന്നുമില്ല. ഒന്നുകൂടെ പറയാം, നമ്മുടെ ഭാര്യമാർ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ, ഒരു പക്ഷേ നമുക്കായിരിക്കും പ്രശ്നം, അല്ലെങ്കിൽ നാട്ടിൽ പെണ്ണിനായിരിക്കും പ്രശ്നം. അവരെന്തെങ്കിലും അവിഹിതത്തിൽ ചെന്ന് ചാടുന്നതിൻ്റെ ഒരു കാരണം ഇവനായിരിക്കും. അത് നിയന്ത്രിക്കാൻ, ലൈംഗിക വിശുദ്ധി പൂർണ്ണാർത്ഥത്തിൽ സൂക്ഷിക്കാൻ ഒരാൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഒന്നെങ്കിൽ നിർബന്ധമായും അവരങ്ങോട്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ നിർബന്ധമായും ഇവിടെ നിർത്തി നാട്ടിൽ റിസ്ക് തേടണം. കാരണം അതല്ലാത്ത വേറെ മാർഗ്ഗം അതിനില്ല. അതുകൊണ്ടാണ് യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതഅ മിൻകും ഫല്യതസവ്വജ്, യുവാക്കളെ കഴിവെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹം കഴിക്കണം. ഈ സൂറത്ത് തന്നെ എന്താ പറയുക, താമുകൾ എന്താ പറയുക, ഈ വിവാഹമോചിതരായ സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കണമെന്നുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ഈ സൂറത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ എന്താ പറയുക, സ്വത്ത് കുറഞ്ഞു പോയി എന്നതിൻ്റെ പേരിൽ നിങ്ങൾ അവരെ വിവാഹം കഴിക്കാതിരിക്കരുത്, അള്ളാഹുവാണ് റിസ്ക് നൽകുന്നവൻ എന്നൊക്കെ തുടങ്ങുന്ന വചനങ്ങൾ ഈ സൂറത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് വളരെ ഗൗരവമായി ആ വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലക്ഷ്യം സ്വർഗ്ഗമാണ്. ആ സ്വർഗത്തിന് തടസ്സമാകുന്ന വിധത്തിലൊരു കാര്യം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ 3 കാര്യങ്ങളാണ് ഈ സൂറത്തിൽ പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ഞാൻ പറഞ്ഞു, നമ്മുടെ നാവിനെ സൂക്ഷിക്കണം. രണ്ടാമത്തത് അനുവാദം ചോദിക്കലാണ്. മൂന്നാമത്തത് നമ്മുടെ ലൈംഗിക വിശുദ്ധിയും ദൃഷ്ടിയെ നിയന്ത്രിക്കലുമാണ്. പിന്നെ ഈ സൂറത്ത് പറഞ്ഞ സുപ്രധാനമായ ഒരു വിഷയം എന്താ വെച്ചാൽ, ഇപ്പോൾ അവിശ്വാസികളെക്കുറിച്ചും വിശ്വാസികളെക്കുറിച്ചും ചില ഉപമകൾ പറയുന്നുണ്ട്. എൻ്റെ സ്ലൈഡ് റെഡിയല്ല. എന്താ വെച്ചാൽ, വിശ്വാസികളുടെ ഉപമ പറയുന്നിടത്ത് അള്ളാഹിനെ പറ്റി, അള്ളാഹു നൂറുസ്സമാവാത്തി, സൂറത്തിൻ്റെ പേരെന്നെ അതാണല്ലോ, അള്ളാഹു നൂറുസ്സമാവാത്തി വൽ അർദ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രകാശമാണ്. ആ പ്രകാശത്തിന് ഒരുപാട് വർണ്ണനകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞ് യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകളെ അവൻ്റെ ആ പ്രകാശത്തിലേക്ക് അവൻ വഴി നടത്തുന്നു. വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, അള്ളാഹു ജനങ്ങൾക്ക് വേണ്ടി ഉപമകൾ വിശദീകരിക്കുകയാണെന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ആ ഒരു പ്രകാശത്തിലായിരിക്കണം അവർ ജീവിക്കേണ്ടത്. അവർക്കെല്ലാത്തിലും ഒരു തെളിച്ചുണ്ടാവും, അവർക്കെല്ലാത്തിലും ഒരു വെളിച്ചുണ്ടാവും. തെളിച്ചവും വെളിച്ചവും വിശ്വാസികളുടെ ജീവിതത്തിലുണ്ടാവും. എന്നാൽ അവിശ്വാസികളോ,
അവരെ പറ്റി ഈ സൂറത്ത് തന്നെ ഉപമ പറഞ്ഞു. നമ്മൾ പലപ്പോഴും കേട്ടതാണ് ഈ യുക്തിവാദികളുമായി ബന്ധപ്പെട്ട സംവാദത്തിൽ ഉദ്ധരിച്ച ആയത്ത്. ഏത്? ഔ കദുലുമാതിൻ ഫീ ബഹ്റിൻ ലുജ്ജിൻ യഗ്ശാഹു മൗജുൻ മിൻ ഫൗഖിഹി മൗജ് എന്ന് പറയുന്ന ആയത്തുണ്ടല്ലോ. അവർ കൂരാക്കൂരിട്ടിലാണ്. ഏതുപോലെ ആഴക്കടയിലേക്ക് ഊളിയിട്ട് ഇറങ്ങിയ ഒരാളെപ്പോലെ. അവിടുന്ന് കൈ പൊന്തിച്ചാൽ ആ കൈ പോലെ അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അത്രമേൽ ഇരുട്ടിലാണ് അവർ. ഇത് വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള മാറ്റാണ്. വിശ്വാസി പ്രകാശത്തിലാണ്, അള്ളാൻ്റെ പ്രകാശത്തിലാണ്, അള്ളാൻ്റെ വെളിച്ചത്തിലാണ്. അവിശ്വാസിയോ കൂരിട്ടിലാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരുടെ നിയോഗനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിടത്ത് ദുലുമാത്തിൽ നിന്ന് നൂറിലേക്ക്, അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് വഴി നടത്താനാണ് ആര് വന്നത്? പ്രവാചകന്മാരഖിലവും വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഉപമ നമുക്ക് ഈ ആയത്തിൽ കാണാൻ സാധിക്കും, ഈ സൂറത്തിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള പ്രധാനമായൊരു വിഷയം എന്താ വെച്ചാൽ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അള്ളാഹുവിനെയും അനുസരിക്കൽ നിർബന്ധമാണ്. വിശ്വാസിയെ പറ്റിയും കപട വിശ്വാസിയെ പറ്റിയും ഈ സൂറത്ത് പ്രതിപാദിക്കുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടെടുത്ത് എങ്ങനെ ഇപ്പോൾ ഈ സൂറത്ത് തന്നെ 46 മുതലുള്ള ആയത്തിൽ കാണാം. ലഖദ് അൻസൽനാ ആയാതി മുബയ്യിനാത്ത് വല്ലാഹു യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം വയഖൂലൂന ആമന്നാ ബില്ലാഹി വബിർറസൂലി വഅതഅനാ തുമ്മ യതവല്ലാ ഫരീഖും മിൻഹും മിൻ ബഅദി ദാലിക് വമാ ഉലൈക ബിൽമുഅ്മിനീൻ. ചില ആളുകൾ അള്ളാഹുവിലും പ്രവാചകനിലും വിശ്വസിച്ചു, ഞങ്ങൾ അനുസരിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് ആ കൂട്ടത്തിൽ നിന്ന് ചില ആളുകൾ പിന്മാറി. അവരാരല്ല? വിശ്വാസികളല്ല. ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും ഇദാ ഫരീഖും മിൻഹും മുഅ്രിദൂൻ. അള്ളാഹിലേക്കും റസൂലിലേക്കും വിളിച്ചു, അവർക്കിടയിൽ ഒരു വിഷയത്തിൽ ദുർകൽപ്പിക്കാൻ. അപ്പോൾ ആ കൂട്ടത്തിൽ ചില ആളുകൾ പിന്തിരിയാൻ തുടങ്ങി. വഇൻ യകുല്ലഹുമുൽ ഹഖ്ഖു യഅ്തു ഇലൈഹി മുദ്ഇനീൻ അഫീ ഖുലൂബിഹിം മറദുൻ അം ഇർതാബു അം യഖാഫൂന അൻ യഹീഫല്ലാഹു അലൈഹിം വറസൂലുഹു ബൽ ഉലൈക ഹുമുൽ ളാലിമൂൻ ഇന്നമാ കാന ഖൗലുൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ ഖൂലൂ സമിഅനാ വഅതഅനാ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവിശ്വാസികൾക്ക്, അവിടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിലേക്ക് റസൂലിലേക്ക് വിളിക്കപ്പെട്ടാൽ അത് അംഗീകരിക്കാൻ അവർ തയ്യാറല്ല, അതിന് വിധേയപ്പെടാൻ അവർ തയ്യാറല്ല. എന്നാൽ വിശ്വാസികളോ, അവരതിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ സമിഅനാ വഅതഅനാ, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. അവർ പൂർണ്ണാർത്ഥത്തിൽ അതിന് ഉൾക്കൊള്ളും. വമൻ യുതിഇല്ലാഹ വറസൂലഹു വയഖ്ശല്ലാഹ വയത്തഖിഹി ഫഉലൈക ഹുമുൽ ഫായിസൂൻ. ആരാണോ അള്ളാഹിനെ റസൂലിനെ അനുസരിക്കുന്നത്, അള്ളാഹിനെ ഭയപ്പെടുന്നത്, സൂക്ഷ്മത നിലനിർത്തുന്നത്, ഫഉലൈക ഹുമുൽ ഫായിസൂൻ, അവരാണ് വിജയിച്ചവർ. വഅഖ്സമൂ ബില്ലാഹി ജഹദ ഐമാനിഹിം ലഇൻ അമർതഹും ലയഖ്റുജന്ന ഖുൽ ലാ തുഖ്സിമൂ ത്വാഅതൻ മഅറൂഫ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. ചില ആളുകളുണ്ട്, അവർ സത്യം ചെയ്തു പറയും, നീ കൽപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ പുറപ്പെട്ടു പോരാം. അള്ളാഹുക്ക് കൊടുക്കുന്ന മറുപടി എന്താ അറിയോ? ഖുൽ ലാ തുഖ്സിമൂ, നിങ്ങളങ്ങനെ സത്യം ചെയ്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. ത്വാഅത്തുൻ മഅറൂഫ, വിധേയപ്പെട്ട അനുസരണമാണ് വേണ്ടത്. നിർബന്ധിക്കുകയാണെങ്കിൽ ഞാൻ പോരാം എന്ന് സത്യം ചെയ്ത് പറയുന്നവരെ പറ്റി അള്ളാഹ് പറഞ്ഞെന്താ? അങ്ങനെ സത്യം ചെയ്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് വിധേയപ്പെട്ട് പ്രവാചകൻ അനുസരിക്കാൻ പറ്റുക അനുസരിച്ചാൽ മതി. ഈ ആയത്ത് തന്നെ പറയുന്നുണ്ട്, പ്രവാചകൻ്റെ മേൽ എന്തേ ബാധ്യതയുള്ളൂ? എത്തിക്കൽ മാത്രമേ ബാധ്യതയുള്ളൂ. അതനുസരിക്കലും അനുസരിക്കാതിരിക്കലും ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. അനുസരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവനാരാണ്? അവൻ വിജയിയാണ്. അനുസരിക്കാത്തവൻ വളരെ വലിയ പരാജയത്തിലുമാണ് ഉണ്ടാവുക എന്നും ഈ സൂറത്തിൻ്റെ അവസാന ഭാഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് താക്കീത് നൽകുന്നുണ്ട്. ഞാൻ ഈ സൂറത്ത് പൂർണ്ണമായും എല്ലാ ആയത്തുകളും വായിച്ച് അർത്ഥം പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ഈ സൂറത്തിൽ വന്നിട്ടുള്ള അതിൻ്റെ ഒരു അകക്കാമ്പ് പറയാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങളെല്ലാവരും സൂറത്ത് എന്ത് ചെയ്യണം? അമാനി മൗലവിയുടെ തഫ്സീർ ആദ്യം മുതൽ അവസാനം വരെ വായിക്കുക. ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടെടുത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ സലാം പറയുന്നതുമായി ബന്ധപ്പെട്ടെടുത്തുള്ള മര്യാദകൾ പല രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് സലാം പറയുക എന്നുള്ളത്. അത് വളരെ ഗൗരവമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടെയാണ്. മുസാഫഹത്ത് നടത്തൽ, സലാം പറയൽ, പരസ്പരം സ്നേഹബന്ധം നിലനിർത്താൻ, സാമൂഹികമായി നമ്മുടെ ബന്ധങ്ങൾ ഊഷ്മളമായി നിലനിർത്താൻ അത് ആവശ്യമാണ്. കുടുംബത്തിൽ സലാം പറയലേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, നിങ്ങൾ നിങ്ങളുടെ അഹ്ലുകാരോട് സലാം പറയണം, അത് നിങ്ങൾക്കും നിങ്ങളുടെ അഹ്ലിനും ബർക്കത്താണ്.
നിങ്ങൾക്കും നിങ്ങളുടെ അഹ്ലിനും അത് ബർക്കത്താണ്, അനുഗ്രഹമാണ്. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അവൻ്റെ ആഫിയത്ത് ഉണ്ടാവും, അവൻ്റെ ആരോഗ്യത്തിൽ ബർക്കത്തുണ്ടാവും, അവൻ്റെ എന്താ പറയുക, അവൻ്റെ സമ്പത്തിൽ ബർക്കത്തുണ്ടാവും, അവൻ്റെ ജോലിയിൽ ബർക്കത്തുണ്ടാവും, ആഖിറത്തിൽ അവന് ബർക്കത്തുണ്ടാവും. അവന് മാത്രമല്ല അവൻ്റെ കുടുംബത്തിന് ബർക്കത്തുണ്ടാവും. ഉമ്മാനോട് സലാം പറയാം, ഉപ്പാനോട് സലാം പറയാം, മക്കളോട് സലാം പറയാം, മക്കൾ തിരിച്ച് സലാം പറയാം, ഭാര്യയോട് പറയാം, ഭർത്താവിനോട് പറയാം. ഇതൊക്കെ ഒരു മടിയുള്ള അവസ്ഥയിലേക്കാണ് ഇന്ന് സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലോ മോശപ്പെട്ട വാക്കുകൾ പറയാനോ പ്രവർത്തിക്കാനോ ഒരു ലജ്ജയില്ല. നല്ല കാര്യങ്ങൾ ചെയ്യാനും പ്രവർത്തിക്കാനും ആളുകൾക്ക് ലജ്ജയും. അതുമാറി വിശ്വാസി സമൂഹം എന്ന നിലയിൽ ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ വീട്ടിലേക്ക് അനുവാദം ചോദിച്ച് കയറുന്നിടത്തും വളരെ ഗൗരവമായി പറഞ്ഞ പല ഹദീസുകളുണ്ട്. വീടിൻ്റെ വാതിലിൻ്റെ മുന്നിൽ നിങ്ങൾ നിൽക്കരുത്. അനുവാദം ചോദിച്ചിട്ട് സലാം പറഞ്ഞു, അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, വാതിൻ്റെ മുന്നിൽ നിൽക്കാൻ പാടില്ല. അങ്ങനെ നിന്നൊരു സഹാബിയെ നബി തിരുത്തിയിട്ടുണ്ട്. വലത്തോട്ടോ ഇടത്തോട്ടോ മാറി നിൽക്കണം. കാരണം എന്താ, വാതിൽ തുറന്നാൽ വീടിൻ്റെ ഉള്ളിൽ കാണും. അതാണ് സ്വകാര്യത കാണാൻ പാടില്ല എന്ന് പറഞ്ഞത്. വലത്തോട്ടോ ഇടത്തോട്ടോ മാറി നിൽക്കണം. ഇനി ജനൽ പഴുതുകൾക്കുള്ളിലൂടെ നോക്കുന്നവനെ പറ്റി നബി പറഞ്ഞത് അവൻ്റെ കണ്ണ് കുത്തി പൊട്ടിച്ചാലും കുഴപ്പമില്ല എന്നാണ്. ഒരു വീടിൻ്റെ ജനാലിൻ്റെ ഉള്ളിലൂടെ അവിടെ ആളുണ്ട് എന്നുള്ളത് നോക്കാൻ പാടില്ല. 3 വട്ടം അനുവാദം ചോദിക്കാം, സലാം പറയാം, കിട്ടിയിട്ടില്ലെങ്കിൽ തിരിച്ചു പോരാം. അതാണ് അതിൽ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വീടുമായി ബന്ധപ്പെടുത്ത് പറഞ്ഞ ഈ സലാമുമായി ബന്ധപ്പെട്ട് വേറെയും ചില നിർദ്ദേശങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുണ്ട്. അമാനി മാലി റഹ്മത്തുള്ളാഹി അത് ഓരോന്നായി നമ്പർ ഇട്ട് കൊടുത്ത് ആ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറഞ്ഞതായി നമുക്ക് വായിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട വിഷയങ്ങളാണ്. സൂറത്ത് നൂർ പരമാവധി നമ്മുടെ സമയം ഇപ്പോൾ 1-2 ദിവസങ്ങൾ എടുത്തിട്ടോ മറ്റോ ആയിട്ട് ആദ്യം അതിൻ്റെ ഒരു അർത്ഥം ഒന്ന് വായിച്ചു നോക്കുക. കുഞ്ഞുമാത് മൗലവിയുടെ തഫ്സീറോ മറ്റോ ഉപയോഗിച്ചിട്ട് അതിൻ്റെ അർത്ഥം വായിച്ചു നോക്കുക. അതുപോലെ തന്നെ അമാനവിയുടെ തഫ്സീർ ആപ്ലിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ PDF അവൈലബിൾ ആണ്. ഇനി അതിൻ്റെ സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ജസ്റ്റ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു തീർക്കാവുന്നതുള്ളൂ. അതും കൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. വല്ലാഹു അഅലം. അല്ലാഹു സുബ്ഹാനഹു വതആല സത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.